ഇന്നത്തെ രാത്രിയിൽ വചന ശുശ്രൂഷയിലേക്ക് വരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 3-ാമത്തെ വാക്യം പറഞ്ഞുകൊണ്ട് വായിച്ചുകൊണ്ട് നമുക്കിന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ആ വാക്യം വായിച്ച് ഞാൻ പല ചിന്തകൾ പല മേഖലകളിൽ കൂടെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ പാട്ട് ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായെന്നുള്ള. എനിക്ക് ഈ 2-ാം വരവിൻ്റെ പാട്ട് കേൾക്കുന്ന ഒരു സുഖം വേറെയില്ല. അപ്പം നമുക്ക് ആ വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണമേ. ഇതുവരെ നടന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിച്ചതുപോലെ ഇനിയും അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. അതിൽ ഒടുവിൽ വായിച്ചു നിർത്തിയ വാചകം ഇതാണ്: സമയം ഈ സമയമെടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം പിന്നെ കൈപൊക്കി ഹല്ലേലൂയ പറയണോ? അതാണ് എൻ്റെ ചോദ്യം. കാരണം എന്തിനുള്ള സമയമാണ് അടുത്തിരിക്കുന്നത് എന്നുള്ളത് പറയണമല്ലോ. 2 കാര്യങ്ങൾക്ക്. ഒന്ന്, മരണത്തിന്. ഇനി അധികം നാളുകളൊന്നുമില്ല. 969 നിന്ന് ശരാശരി 35 വയസ്സിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ 35-ന് അപ്പുറത്തോട്ട് ജീവിക്കത്തില്ലെന്നല്ല, ഒരു പിടി ഗുളികയും കൂടെ വേണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആയുസ് വളരെ കുറവാണ്, മരണത്തിനധികം സമയമില്ല. പക്ഷേ 2-ാമത്തെ കാര്യം, കർത്താവിൻ്റെ വരവിനധികം സമയമില്ല. അതാണ്. ഈ മരണത്തിനധികം സമയമില്ല എന്ന് പറയുമ്പോൾ സ്വത്രം പറഞ്ഞില്ല എന്ന് എഴുതി എനിക്കൊന്നും തോന്നാറില്ല. പക്ഷേ കർത്താവിൻ്റെ വരവിനധികം സമയമില്ല എന്ന് പറയുമ്പോൾ, ഈ മരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കൊച്ചു പിള്ളേരെ സംബന്ധിച്ച്, പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന പിള്ളേരെ സംബന്ധിച്ച് കർത്താവിൻ്റെ വരവെന്നൊക്കെ പറയുന്നത് സഭയുടെ ഒരു ഉപദേശമായിട്ടേ കണ്ടിട്ടുള്ളൂ. അവരിതിനകത്താണ് ജനിച്ചോ വളർന്നത്. ജനിച്ച പോലെ കേൾക്കുകയാണ്, യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു. മൂവാറ്റുപുഴയിൽ 6 ദിവസമാണ് ഞാനിത് പ്രസംഗിച്ചത്. അന്ന് വർഗീസം സമൂൽ സാർ അമിറ്റിസം അവിടെ പാടിയ ഒരു സഹോദരിയുടെ മകൻ 6-ാം ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് ഓട്ടർക്കോൾ നടത്തിയപ്പം അവൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോയി ചോദിക്കുക, ഈ ഉപദേശിക്കിപ്പം നിർബന്ധമാണല്ലോ യേശു വന്നേ പറ്റത്തുള്ളെന്ന്. അങ്ങേരിപ്പോൾ ഇത്ര ആക്രാന്തം പിടിച്ചും കൂടെ വരാൻ ഇവിടെ ആർക്ക് എന്ത് സംഭവിച്ചിട്ടാണ് അവൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പെന്തക്കോസ്തിനകത്തെ പിള്ളേർ ഇത് കേൾക്കാൻ തുടങ്ങിയത് കൊണ്ട് അവരൊരു സ്വത്രം പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് അത്ര വലിയ വിഷമവുമില്ല. പക്ഷേ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മളും ഒന്നും പറയുന്നില്ലല്ലോ എന്നോർത്തിട്ടാണ്. പാട്ടൊക്കെ ഗംഭീരമായിട്ട് പാടും. ഇവിടെ ഞാൻ വെറുമൊരു ദർബാർ രാഗത്തിലാ പാട്ട്. ആ പാട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ? അറിയാമോ? പാടാമോ? നമുക്കിന്ന് റെഡി ആയിട്ടില്ലായിരിക്കും അല്ലേ? ചുമ്മാ അങ്ങ് പാടാവുന്നേ. ഇതെല്ലാം പാട്ടുകാരെന്തിയാ പോയോ? ഇവിടെ കാണും. അപ്പോൾ രാജാക്കന്മാർ ഇപ്പോഴല്ല പേടിക്കണ്ട, അവർ ഫ്രഷായിട്ട് വരട്ടെ, തീരുമ്പോൾ പാടാം അല്ലേ? ആ പാട്ടിൻ്റെ പ്രത്യേകത അറിയാമോ? രാജാക്കന്മാർക്ക് സന്തോഷം വരുന്നത് വരെ ആ രാഗത്തിൽ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ പാട്ട് എത്ര പ്രാവശ്യം പാടിയാലും നമുക്ക് മടുപ്പില്ലാത്തതിൻ്റെ കാരണം അതാണ്. ആ പാട്ട് തന്നെയല്ല, മടുപ്പില്ലാത്തൊരു വിഷയം, കണ്ടു കൊതി തീരാത്തൊരു നേതാവ് യേശുക്രിസ്തു മാത്രമാണ്. നമുക്ക് ഈ വാക്യത്തിലേക്ക് വരാം. എന്താണ് വെളിപ്പാടെന്ന് പറഞ്ഞാൽ? അപ്പക്കാലിപ്സിസ്, എസ്കറ്റോസ്. വേദപുസ്തകം എഴുതിയ 2 ഭാഷകളിൽ കാണുന്ന 2 പദപ്രയോഗങ്ങളാണ്. അതിൻ്റെ മലയാള അർത്ഥം അറിയാമല്ലോ, മറ നീക്കുക എന്നാണ്. മറയുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്ന സംഗതികൾ ദൃശ്യമാകുകയില്ല. ആകാശം എന്ന് പറയുന്ന തിരശ്ശീലയ്ക്കപ്പുറത്ത് എന്താണുള്ളത് എന്ന് നൂറ്റാണ്ടുകളായി ഭക്തന്മാർ ചങ്കുകീറി നെഞ്ചുപൊട്ടി ചോദിച്ചിട്ടും വ്യക്തമായൊരു ഉത്തരം ദൈവം കൊടുത്തിരുന്നില്ല. പത്മോസിൻ്റെ പാറപ്പുറത്ത് മുട്ടുമടക്കി കർത്തൃദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാൻ്റെ ആത്മീയ നേത്രങ്ങൾക്ക് ദൃശ്യമാകത്തക്ക വിധത്തിൽ ആകാശത്തിൻ്റെ തിരശ്ശീലകൾ വകഞ്ഞു മാറ്റി ദൈവം തമ്പുരാൻ യോഹന്നാന് പ്രദർശിപ്പിച്ച വെളിപ്പാടുകളുടെ കലവറയാണ് ഈ പുസ്തകം. ഈ പുസ്തകം മുഴുവൻ വെളിപ്പാടാണ്. വെളിപാട് എന്ന് പറയുന്നവരുണ്ട്, കുറച്ചുകൂടെ നല്ലത് വെളിപ്പാട് എന്ന് പറയുന്നതായിരിക്കും. 1-ാം അധ്യായം മാറത്ത് പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രൻ്റെ സദൃശനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. 2-3 അധ്യായങ്ങൾ
ഭാവിയിൽ ദൈവത്തിൻ്റെ സഭ കടന്നു പോകും എന്ന് വിവക്ഷിക്കപ്പെടുന്ന എഫസോസ്, മുർന്ന, പെർഗമോസ്, തുയധീര, സർദീസ്, ഫിലദൽഫ്യ, ലവോദിക്ക എന്നിങ്ങനെ 7 സഭകളെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇതുപോലൊക്കെ ആയിരിക്കും സഭകൾ കാലചക്രത്തിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നതിൻ്റെ വെളിപ്പാടാണ്. 4-ാം അധ്യായത്തിൽ 24 മൂപ്പന്മാർക്ക് നടുവിലുള്ള ദൈവിക സിംഹാസനത്തിൻ്റെ വെളിപ്പാടാണ്. 5-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ പേരും ശുഭ്രനക്ഷത്രവുമായവൻ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം തുറക്കുന്നതിൻ്റെ വെളിപ്പാടാണ്. 6-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ ശേഷമുണ്ട്. മഹാപീഡനകാല അനന്തരം, അത് ഞാൻ വിശ്വസിക്കുന്ന ഉപദേശമാണ്, മറിച്ച് ചിന്തിക്കുന്ന നിങ്ങൾക്ക് അവകാശമുണ്ട്. ഞാനതിന് പറയുന്നത് എൻ്റെ ആഗ്രഹം മഹാപീഡനകാലത്തിന് മുമ്പ് പോകണമെന്ന്. ഇനി അത് കഴിഞ്ഞ് വരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു ശണ്ടയ്ക്കുമില്ല. നിങ്ങൾ അത് കഴിഞ്ഞ് വന്നാൽ മതി, വിധി ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം എന്ന് മാത്രം പറഞ്ഞ് വ്യാഖ്യാനത്തിൻ്റെ മുന്നോട്ട് പോകുന്നു. 16-ാം അധ്യായം വരെ സഭയുടെ ഉൽപ്രാപണ അനന്തരം ഭൂമിയിൽ നടക്കുന്ന 7 വർഷത്തെ ഭരണത്തിൻ്റെ 2ാമത്തെ പകുതിയായ 3.5 കൊല്ലത്തിനിടയിൽ ദൈവം അയക്കുന്ന 60-ൽ പരം ബാധകളുടെ വെളിപ്പാടാണ്. 17-ൽ മർമ്മം മഹദിയാം ബാബിലോൺ, അതിൻ്റെ ന്യായവിധിയുടെ വെളിപ്പാട്. 18-ൽ മഹദിയാം ബാബിലോണിൻ്റെ വെളിപ്പാട്. 19-ൽ ഈ ഇരിക്കുന്ന മണവാട്ടിയായ ദൈവസഭയെ കാന്തനും പ്രിയനും തോഴനും മണവാളനുമാകുന്ന ക്രിസ്തു വേളി കഴിക്കുന്ന കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ വെളിപ്പാട്. 20-ാം അധ്യായത്തിൽ 11 സിംഹാസനങ്ങൾ, 7 ന്യായവിധികൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒടുവിലത്തെ ന്യായവിധിയായ വെള്ള സിംഹാസനത്തെക്കുറിച്ചും സഹസ്രാബ്ദവാഴ്ചയെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. 21-ൽ പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ചുള്ള വെളിപ്പാട്. അവസാനത്തേതും ഒടുവിലത്തേതുമായ 22-ൽ ദൈവസഭ നിത്യതയിലേക്ക് മറയുന്നതിൻ്റെ വെളിപ്പാട്. 22 അധ്യായങ്ങളിലൂടെ 404 വാക്യങ്ങളിലൂടെ മറനീക്കി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ വെളിപ്പാട് പുസ്തകം കറുത്ത അക്ഷരം, വെളുത്ത പേജുകളിൽ കറുത്ത ബൈൻഡോ ക്രീം കളർ പെയിൻറ്റോ എന്തെങ്കിലും ആകട്ടെ ഇട്ട് ഒരു ചട്ടയിട്ട് പ്രസിൽ കൂടെ കയറിറങ്ങി കുത്തി തുന്നി 150 രൂപ മുതൽ 1500-1000 രൂപ വരെ വിലയ്ക്ക് കിട്ടുന്ന പുസ്തകം, ഈ വെളിപ്പാടുകളുടെ കലവറയുടെ സമാഹാരം കൈയടക്കത്തോടെ നമ്മുടെ കയ്യിൽ തന്ന ദൈവത്തെ ഇന്ന് രാത്രിയിൽ ഞാൻ ശ്രദ്ധിക്കുന്നു. 3-ാമത്തെ വാക്യം പ്രസിദ്ധമാണ്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ എന്നാണ്. ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. എന്താണ് പ്രവചനം എന്നറിയാമല്ലോ. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ വ്യക്തമായി പറയുന്നതാണ് പ്രവചനം. 600,000 പ്രവചനങ്ങൾ നിറവേറി. അവ ചരിത്രത്തിൻ്റെ ഭാഗമായി തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എത്രയോ പ്രവചനങ്ങൾ കോവിഡ്-19 അടക്കമുള്ള പ്രവചനം നിറവേറിക്കൊണ്ട് വർത്തമാന കാലഘട്ടത്തിലും ദൈവപുസ്തകത്തിൻ്റെ വേദപുസ്തകത്തിൻ്റെ ദൈവശ്വാസീയത അരക്കിട്ടുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം. പണ്ടത്തെയും ഇപ്പോഴത്തെയും ലോട്ടറിക്കാർ പറയുന്ന പോലെ അങ്കുലി പരിമിതമായ പ്രവചനങ്ങൾ മാത്രമേ അനധിവിദൂര ഭാവിയിൽ ഇനി നിറവേറുവാനായിട്ട് ഉള്ളൂ. അർത്ഥാൽ നിറവേറിക്കഴിഞ്ഞതും നിറവേറിക്കൊണ്ടിരിക്കുന്നതും നിറവേറാനുള്ളതുമായ പ്രവചനങ്ങളാൽ നിബിഡീകൃതമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ടാണ് ആ വാക്ക് വരാൻ കാരണം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനാരാണ്? ഭാഗ്യവാൻ. 9 മണിക്ക് യോഗം തീരുന്നവരെ വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഇനി സഹോദരി ആരാണ്? വായിച്ച ആളാരാണ്? ഭാഗ്യവതിയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ അടുത്ത വാക്യം അരക്കായി നോക്കാം. വായിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഉറങ്ങാതിരുന്നേച്ചാൽ മതി. ആർക്കാണ് രണ്ടാമത്തത്? കേൾക്കുന്നവൻ ഭാഗ്യവാൻ. കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ പുറകിലോട്ട് പോകണം. 64 അടി, 32 അടി, 16 അടി ജാതി മത വർഗ വർണ്ണ ചിന്തകൾ കുത്തി നിറഞ്ഞിരുന്ന കേരളത്തിൻ്റെ പഴയ ചരിത്രം. ആ കാലഘട്ടത്തിലൊക്കെ ഞാറ് നടന്ന പെൺകുട്ടി നിവരാതിരിക്കുവാൻ നടുവിൽ ഓലക്കുട കുത്തി നിന്ന് നാടുവാഴികൾ പണിയെടുപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുകളിലത്തെ പാടത്തും താഴത്തെ പാടത്തിലേക്ക് വെള്ളം വരമ്പ് പൊട്ടിച്ചാൽ പെട്ടെന്ന് പോകുമെന്നും പറഞ്ഞ് മരക്കട്ടകൾ കൊണ്ട് തുലാക്കട്ടകൾ ഉണ്ടാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈശ്വരനാമം ജപിച്ചുകൂടാ, ജപിച്ചാൽ അവന് നാവിൽ തൃശൂലം കുത്തിയിറക്കണം. ഈശ്വരനാമം കേട്ടുകൂടാ, കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം. പാവപ്പെട്ടവന് ദൈവവചനം കേട്ടാൽ അത് നാവിലെടുത്താൽ നാവിൽ ശൂലം കുത്തിയിറക്കണമെന്നും ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണമെന്നും പറഞ്ഞ് ആ കാലഘട്ടം വളർന്ന് വലുതായപ്പോൾ
പ്രാകൃതമായ രൂപത്തിന് ഒരു വ്യത്യാസവുമില്ലാതെ മറ്റ് പലതുമായി മാറ്റപ്പെട്ടപ്പോൾ അഭിമാനത്തോടുകൂടെ നെഞ്ചത്ത് കൈവച്ച് 1,00,000 വാട്സിന്റെ സൗണ്ടിൽ ഇന്ന് രാത്രി ഇവിടെ ഉറപ്പന്തറയിൽ ഞങ്ങൾ പറയുന്നു, ഈ വചനം കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കേണ്ടി വരില്ല. ഇത് എടുക്കുന്നവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞ് അവൻ യേശുവിനെ ആരാധിക്കുവാനിടയായി തീരും. ഈ വചനം പറയാനും പ്രസംഗിക്കാനും ഭാഗ്യം ലഭിച്ച എന്നെയും നിങ്ങളെയും അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമത്തെ ഭാഗം കണ്ടോ? ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, അവനാണ് സൂപ്പർ ബമ്പർ ലോട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ സമയം അടുത്തിരിക്കുന്നു എന്ന സത്യത്തിലേക്ക് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, പുനരാഗമനത്തിൻ്റെ സമയമാണ്. കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമുക്കും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ഈ പ്രഭാഷണം ഇന്നും പരമ്പരകൾ ഇനിയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലം എന്ന ഒരു വിഷയത്തിലേക്ക് ഞാൻ വരുമ്പോൾ, എൻഡ് ദി ടൈം, അത് വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ 3 കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു അന്ത്യകാലമാണോ എന്ന് ചോദിച്ചാൽ, അന്ത്യകാലത്തിന് 150 ലക്ഷണങ്ങൾ എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ലക്ഷണങ്ങൾ, ജാതി ലക്ഷണങ്ങൾ, സഭാലക്ഷണങ്ങൾ, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഇന്നൊരു കൺവെൻഷൻ വേദിയിൽ മുഴുവൻ പറയാനൊക്കത്തില്ല. എന്നാൽ ഈ ലക്ഷണങ്ങളിൽ ആദ്യം നടക്കുന്ന പ്രാപഞ്ചിക ലക്ഷണങ്ങളാണ്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന, ഇനി കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. നിങ്ങൾ വായിക്കൊന്നും വേണ്ട. ചില ഹഗ്ഗായിക മറിച്ച് ഫിലിപ്പ് ലേഖനം കഴിഞ്ഞിട്ടുണ്ടാവും. പഴയമത്തിലാണ് ഈ സംഭവം, അവിടെ ഉണ്ട്. നോക്കിക്കേ, ഇനി ഞാൻ കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ആകാശത്തെ ഇളക്കും. അപ്പം ആദ്യം ആകാശത്തെ, പിന്നെ കരയെ, കടലിനെ എല്ലാം ഇളക്കിയിട്ട് എന്ത് ചെയ്യും? ഒടുവിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. അപ്പോൾ ഇളക്കങ്ങൾ നടക്കുമ്പോൾ മനസ്സിലാക്കണം, മനോഹര വസ്തു വരാൻ സമയമായെന്ന്. ഏതാ മനോഹര വസ്തു എന്നറിയാമോ? വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ പൈതലായിരിക്കുമ്പോൾ കരങ്ങൾ എടുത്ത് ആകാശത്തിലേക്ക് നോക്കി ഇങ്ങനെ ആത്മഗതം എന്ന വണ്ണം പറഞ്ഞു, ഇപ്പോൾ നാഥ, അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഇസ്രായേലിന്റെ മഹത്വവും സർവ്വജാതിക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സകല ജാതികൾക്കും സർവ്വജനത്തിനും ഒരു സന്തോഷം, ഒരു രക്ഷകൻ, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏകനാമം. 10-ാം ക്ലാസ്സിൽ പണ്ട് പരീക്ഷ എഴുതുമ്പോൾ അമ്മച്ചിമാർ തൈരിനകത്ത് കടകോലിട്ട് ഇളക്കാറുണ്ട്. പഠിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ കളകള ശബ്ദം കേൾപ്പിക്കുന്നു. അമ്മച്ചി പറയും, മക്കളെ, ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് മോരുണ്ട്, ഇതിനകത്ത് വെണ്ണയുണ്ട്, ഇതിനകത്ത് പിടിക്കപ്പെടാൻ കിടക്കുന്ന പിഷറായി കിടക്കുന്ന വെള്ളവുമുണ്ട്. 4 കൂടെ ഇളക്കി നേരം വിളക്കുമ്പോൾ 4 കരയിലാക്കിത്തരാം എന്ന് അമ്മച്ചി പറയുന്ന പോലെ 4 ഭാഗത്തും ഇളക്കം നടക്കുമ്പോൾ സംഭവിക്കുന്നത്, നന്മയും തിന്മയും വേർതിരിക്കപ്പെടും, കുഞ്ഞാടുകളും ചെന്തായ്ക്കളും വേർതിരിക്കപ്പെടും, സ്വർഗവും നരകവും കൂട്ടി ഇണക്കി കിടക്കുന്നെല്ലാം വേർതിരിക്കപ്പെടും. ആ വേർതിരിവിലേക്ക് ലോകം വരുന്നു എന്നുള്ളതിൻ്റെ ലോകപരമായ പ്രാപഞ്ചികമായ ലക്ഷണങ്ങൾ ഒന്നും ഞാൻ തൊടുന്നില്ല. കാരണം സമയം അതിലേക്ക് പോയാൽ ഒക്കത്തില്ല. ഇത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ദൈവമക്കൾ 90% കൂടുന്ന ഒരു ആത്മീക യോഗമായതുകൊണ്ടും തെരുവിൽ ഗ്രൗണ്ടിൽ അല്ലാത്തൊരു യോഗമായതുകൊണ്ടും നമ്മുടെ അകത്ത് കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ പരമാർത്ഥമായ മനസ്സുകൾ ഒന്ന് ഉണർത്തപ്പെടേണ്ടതിന് നമുക്ക് മനസ്സിലാകുന്ന 3 ചിന്തകൾ ചിന്തിക്കുകയാണ്. അന്ത്യകാലമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ യുദ്ധം, ക്ഷാമം, ഭൂകമ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും മനസ്സിൽ കരുതുക. ഞാനും അത് പ്രസംഗിക്കണം. അടയാളങ്ങൾ എന്ന ഭാഗം അതൊന്നുമല്ല പറയുന്നത്. ബൈബിളിലേക്ക് വരാം. 3 ചിന്തകൾ. 1, ഇത് ദിവസങ്ങളിൽ 7-ാം ദിവസമാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. 2, ഇത് തലമുറകളിൽ 7-ാം തലമുറയാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. 3, തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്ന കാലമാണിത്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. ഈ 3 കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ 9 മണിയാവും. 9 മണിക്ക് ഞാൻ പ്രസംഗം നിർത്തും, പിന്നെ പാട്ട് തുടങ്ങും. അത് ഞാൻ പറഞ്ഞ ദർബാർ രാഗത്തിലായതുകൊണ്ടും അത് എത്ര നേരം പാടുമെന്ന് അവർ തീരുമാനിക്കും. ആ രാഗം ലയിച്ചിരിക്കുന്നവർ, ആസ്വദിക്കുന്നവർ, താളം, ലയം, രാഗം ഇതൊക്കെ മനസ്സിലാകുന്നവർ
ഇവിടെ ഇരുന്ന് പാടും. ഇതൊന്നും മനസ്സിലാകാത്തവർക്ക് അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ പറയുമ്പോൾ പുതിയവും തമ്മിൽ കണക്ട് ചെയ്ത് നിഴലുകളും പൊരുളുകളുമാണ് വ്യാഖ്യാനിക്കുന്നത്. എന്താണ് ഈ ദിവസങ്ങളിൽ 7ാം ദിവസമാണെന്ന് പറഞ്ഞാൽ? പഴയ നിയമത്തിലേക്ക് വരാം. പഴയ നിയമത്തിൽ ദൈവം സൃഷ്ടിക്കുന്ന 7 ദിവസങ്ങളാണ്. 1, 2, 3, 4, 5, 6, 7. അതിൽ മനുഷ്യനെ സൃഷ്ടിച്ച എത്രാം ദിവസം? 6ാമത്തെ ദിവസമാണ്. 6 എന്ന സംഖ്യയുടെ സ്ട്രക്ചർ കണ്ടാൽ അറിയാം നമ്മുടെ അതേ സ്വഭാവമാണ് 6-ന്. 6 തുടങ്ങുന്ന ഉയരത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്നാണ്. 285 ദിവസങ്ങൾ അമ്മയുടെ ഉദരത്തിൽ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ആർച്ച പോലെ ഇരിക്കുന്നതാണ് 2ാമത്തെ ഭാഗം. ഇനി വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകണം, അതാ ദൈവിക നിയമം. തിരിച്ചു പോകാൻ ഒത്തില്ല. പകുതി എത്തിയപ്പോഴേക്കും അരുത് എന്ന് പറഞ്ഞ പഴം പറിച്ചു തിന്ന് കടുത്തുരുത്തിൽ വെച്ച് വഴിമാറിപ്പോയ രംഗമാണ് ഈ വളഞ്ഞു പോയത്. മനസ്സിലായി? അങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഈ വളവ് നിവർത്താനാണ് തൊട്ടടുത്ത സംഖ്യാശാസ്ത്രത്തിലെ 7, നമ്പർ 7 പൂർണ്ണതയിൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതും. 7 മുതൽ അങ്ങോട്ട് അറിയാമല്ലോ. 1 ഏകൻ, 2 സാക്ഷികൾ, 3 തൃത്വം, 4 സുവിശേഷം, 5 കൃപ, 6 മനുഷ്യൻ, 7 പൂർണ്ണത, 8 പുനരുത്ഥാനം, 9 കൃപാവരം, 10 ന്യായപ്രമാണം, 11 വിശുദ്ധി, 12 ക്രിസ്റ്റോളജിയിൽ അപ്പോസ്തലത്വമാണ്. അപ്പോൾ 7-ൽ വന്ന കർത്താവ് 6-ൽ നിന്നും വീണുപോയ മനുഷ്യനെ, 6-ൽ നിന്ന് വീണാൽ 5-ലേക്കാണ് പോവുക. 5 കൃപയാണ്. ഒരു കാര്യം പാസ് ഓർപ്പിച്ചു, നമ്മളൊക്കെ ഒരു തെറ്റും ചെയ്യാത്തവരായതുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. അല്ല, കൃപയുടെ കരങ്ങളിൽ ദൈവം തമ്പുരാൻ നമ്മളെ താങ്ങിയത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി ഈ പടികൾ കടന്ന് ക്രിസ്തുശാസ്ത്രത്തിൻ്റെ 12-ൽ എത്തണമെങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം, പ്രമാണങ്ങൾ അനുസരിക്കണം. ഇങ്ങനെ ഒത്തിരി പടികൾ അവിടെ കിടക്കുന്നുണ്ട്. 6ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിനകത്തൊരു ചിന്ത പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. ഇവിടെ ആളുകൾ കൃത്രിപ്പുകാർ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അതങ്ങനെയല്ല വരേണ്ടത്, ഇങ്ങനെയാണ് വരേണ്ടത്, നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം ശരിയല്ല എന്നൊക്കെ പറയുന്ന കൃത്രിപ്പുകാർ, യുക്തിവാദികളൊന്നുമല്ല അവർ. ഇടയ്ക്കൊക്കെ കുറേ ആളുകളുണ്ട്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ രൂപപ്രകാരവും സാദൃശ്യപ്രകാരമുള്ളതാണ് മനുഷ്യൻ. 5 അർത്ഥമാണ് അത് തിയോളജിയിൽ കൊടുത്തിരിക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിയുടെ മണിമകുടമാണ്. ബുദ്ധി, ചിന്ത, വികാരം, ചിരിപ്പിക്കുവാൻ ഉള്ള കഴിവ്, ചിരിക്കുവാൻ ഉള്ള സ്വതസിദ്ധമായ ശൈലി, ഇതെല്ലാം മനുഷ്യനിൽ മാത്രം ദൈവം ആവസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന മനുഷ്യനെ എന്തുകൊണ്ട് ദൈവം തമ്പുരാൻ അവസാന ദിവസം സൃഷ്ടിച്ചു? 7ാം ദിവസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉൽപ്പത്തി 2:1 പറയുന്ന അനന്തരം ദൈവം 7ാം ദിവസം സൃഷ്ടിച്ചു, നിവർത്തനായി സ്വസ്ഥനായിരുന്നു എന്നാണ്. അതാണ് ശബ്ബത്ത്, നമുക്കറിയാമല്ലോ. അപ്പോൾ 6ാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ട് സൃഷ്ടിച്ചു? അതുകൊണ്ട് ദൈവത്തിന് മനുഷ്യൻ വലിയ പ്രാധാന്യമുള്ള ആളൊന്നുമല്ല എന്ന് ആളുകൾ പറയാറുണ്ട്. അതിൻ്റെ മറുപടി 2 വിധത്തിലാണ് പറയേണ്ടത്. ഒന്ന്, ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പെരുമ്പാവൂർ സെൻട്രൽ ചുണ്ടക്കുഴി എന്ന സ്ഥലത്തെ ഒരു പാസ്റ്റർ, പാപ്പി ഉപദേശി, പണ്ടത്തെ ഉപദേശിമാരുടെ പുറകെ നടന്ന ഉപദേശിപ്പണി പഠിച്ച ആളാണ്. അതിൻ്റെ ഗുണമേ ഉള്ളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ക്ലീനറായി നടന്ന ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല. അവന് ബോണറ്റ് പൊക്കാനും അറിയാം, എന്തെങ്കിലുമൊക്കെ കൂട്ടി പിടിപ്പിക്കാനും അറിയാം, വണ്ടി കൊണ്ടുപോകാനും അറിയാം. പക്ഷേ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചാൽ അവൻ്റെ ബ്രേക്കും ക്ലച്ചും ഒക്കെ ഇരിക്കുന്ന പുള്ളിയുടെ കാലയിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ പറയും ആ കോഴി വട്ടം ചാടാതിരുന്നെങ്കിൽ, ആ പോസ്റ്റ് അവിടെ ഇല്ലാതിരുന്നെങ്കിൽ ഓടിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മഹാരാജാസ് ഗ്രൗണ്ട് ആയിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഈ ഉപദേശിമാരുടെ പുറകെ നടന്ന പണി പഠിച്ചവർക്കൊക്കെ സഭ കൊണ്ടുപോകാൻ അറിയാം. അതാണ് പ്രത്യേകത. അതിനാണ് ഞങ്ങൾ പി ജി കോഴ്സ് എന്നൊക്കെ പറയുന്നത്. ആകട്ടെ, അപ്പോൾ അന്ന് ഞങ്ങളുടെ ഉപദേശി പറഞ്ഞു, ജോയിസോര, ഈ 6ാം ദിവസം മനുഷ്യൻ ഉണ്ടാക്കേണ്ട കാര്യം എന്തെന്നറിയാമോ? ഞാൻ പറഞ്ഞു, അറിഞ്ഞുകൂടാ. അതേ, ഈ മനുഷ്യൻ ഭയങ്കര പൊങ്ങച്ചുള്ളവനാ, അതിനകത്ത് PhD ആ മനുഷ്യന്. കണ്ടിട്ടില്ല, ഭയങ്കര ബ്ലണ്ടറൊക്കെ അടിച്ചു കളയും എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ ഈ കസേര ഈ യോഗത്തിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നോക്കിച്ച് പറയും, ഇന്നലത്തെ യോഗത്തിൽ 1000കണക്കിന് ആളെന്നൊക്കെ പറയും. കസേരയുണ്ട് എന്തെളുപ്പം, ഇത് 5 കസേരയുണ്ട്, 20 ലൈനുണ്ട്. അപ്പം എത്രയായി? 20×5 കൂട്ടാവില്ല. അതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ 7 കസേര. പെട്ടെന്ന് പറയാം. നമുക്ക്, ഞാൻ ബസ്സിനകത്തിരിക്കുമ്പോൾ റബ്ബർ തോട്ടത്തിലെ റബ്ബർ വരെ എണ്ണുന്ന ആളാണ്. അതിന് പെട്ടെന്ന് തന്നെ ഭൂമിയൊക്കെ എണ്ണ കിടക്കില്ല. അപ്പോൾ ബ്ലണ്ടർ ഒത്തിരി നമ്മൾ അടിച്ചു വിടാറുണ്ട്. മനുഷ്യൻ ഭയങ്കര പൊങ്ങച്ച ഉള്ളവനായതുകൊണ്ടാണ് ദൈവം ആദാമിനെ 6ാം ദിവസം സൃഷ്ടിച്ചെന്നാണ് ഞങ്ങളുടെ പണ്ടത്തെ പാപ്പി ഉപദേശി പറഞ്ഞത്. പുള്ളി പറഞ്ഞത്, ഈ 1ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കിയാൽ അവൻ പറഞ്ഞുകൊണ്ട് നടക്കും,
ആ 1-ാം ദിവസം ദൈവം എന്നെ സൃഷ്ടിച്ചു. പിന്നെ 2-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ഈ കാണുന്നല്ല ഞാനും അങ്ങേരും കൂടെ ഉണ്ടാക്കിയത്. ഈ ഗതികേട് ദൈവത്തിന് വരാതിരിക്കാനാണ് ദൈവം എന്ത് ചെയ്തത്? എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അവനെ സൃഷ്ടിച്ചു. കാരണം ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ പല പ്രാവശ്യം പാപം ചെയ്താലും, ചെയ്യാനുള്ള ലൈസൻസ് അല്ല, ക്ഷമിക്കാൻ ദൈവത്തിനറിയാം. പക്ഷേ നോ കോംപ്രമൈസ് എന്ന് ആവർത്തിച്ചിരുന്ന ഒറ്റ കാര്യമാണ്, തൻ്റെ സ്തുതിയും തൻ്റെ മഹത്വവും അവൻ ഒരുത്തനും വിട്ടുകൊടുക്കുകയില്ലെന്ന്. അതാരെടുത്താലും വിട്ടുകൊടുക്കുന്ന ദൈവമല്ലത്. അതാണ് ഒന്നാമത്തെ രസകരമായ ഒരു മറുപടി. 2-ാമത്തെ മറുപടി ദൈവശാസ്ത്രപരമാണ്. അതിൻ്റെ മറുപടി എന്ന് പറയുന്നത്, ഈ ആദാം ജനിച്ചു കഴിഞ്ഞാൽ, അവൻ കണ്ണു തുറന്നു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചോദിക്കും? കുറ്റങ്ങളെ പറയൂ. മനുഷ്യൻ അങ്ങനെയല്ലേ? കുറ്റം ഇപ്പം ഈ യോഗത്തിന് വന്നാലും കുറ്റങ്ങളെ പറയൂ. കുറ്റം മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ആളുകളില്ലേ? കുറ്റം വിറ്റ് ഒരു തൊഴിലാക്കിയെടുത്ത് ജീവിക്കുന്നവരും ഇല്ലേ? അവർക്ക് ഈ കുറ്റമില്ലെങ്കിൽ ജീവിക്കാനൊക്കെയില്ല. കാരണം അവർ നമ്മുടെയൊക്കെ കുറ്റങ്ങൾ കണ്ടെത്തിയിട്ടാണ് അവർ വരുമാന മാർഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കുറ്റം വിറ്റികൾ ധാരാളമുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. കുറ്റം വിറ്റികൾ അതിന് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ആദാമിനെ സംബന്ധിച്ച് 6-ാം ദിവസം അല്ല 1-ാം ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ കണ്ണു തുറക്കുമ്പോൾ ചോദിക്കും, കൊമ്പനാനെ പറ്റുകയില്ല, ഇത് പറ്റുകയില്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ജീവിക്കുന്നത്, ഏകനായിട്ട് ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പെണ്ണില്ല, വെടക്കോഴിയില്ല, ജീവിതം പങ്കിടാൻ ആളില്ലെന്നൊക്കെ പറഞ്ഞു കളയും. പിന്നെ തിന്നാനെവിടെ, കുടിക്കാനെവിടെ, ഇതൊക്കെ ചോദിച്ചിരിക്കും. അതുകൊണ്ട് മനുഷ്യന് തിന്നാനും കുടിക്കാനും ജീവിക്കാനും ജീവിതം പങ്കിടാനുമുള്ള എല്ലാ സംഭവങ്ങളും 5 ദിവസം കൊണ്ട് ദൈവം ഉണ്ടാക്കി വെച്ച ശേഷമാണ് മനുഷ്യന് ദൈവം ജന്മം നൽകിയത്. കരുതുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണാൻ കഴിയുന്നില്ലേ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് കേൾക്കുന്ന ബഹുമാന്റെ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, താങ്കൾ കുറുപ്പന്തറയിൽ, കോട്ടയം ജില്ലയിൽ ഈ സെന്ററിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് ജനിച്ചവരായിരിക്കാം. പക്ഷേ നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപ് നിങ്ങൾ എത്ര വർഷം ജീവിച്ചിരിക്കുമെന്നും എത്ര വരെ പഠിക്കുമെന്നും എന്ന് പെണ്ണ് കിട്ടണമെന്നും എത്ര കുഞ്ഞുങ്ങളുടെ പിതാവാകണമെന്നും എവിടെ അടക്കം ചെയ്യണമെന്നും സ്ട്രക്ചർ ഉണ്ടാക്കിയ ശേഷമാണ് നിങ്ങൾക്ക് ജന്മം നൽകിയത്. ആ ദൈവത്തെ വിശ്വസിക്കാൻ എന്തിനാ കാലതാമസം? ഈ ദൈവത്തിന് വേണ്ടി രക്ഷിക്കപ്പെടാൻ, സ്നാനപ്പെടാൻ, മുന്നോട്ട് വരാൻ എന്തിനാ നമ്മൾ അമാന്തം കാണിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് മോശ നിരസിച്ചു എന്നാ വചനം പറയുന്നത്. എന്നിട്ട് കേൾക്കണോ? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഈ മോശയെപ്പോലൊരു മനുഷ്യൻ ദൈവത്തിന്റെ വേലക്കാരനായിട്ട് വരുമ്പോൾ, ഞങ്ങളൊക്കെ ദൈവത്തിന്റെ വേലക്കാരെ അറിയാമല്ലോ, ഞങ്ങൾക്ക് എവിടെ എന്ത് സപ്പോർട്ടാ, എന്ത് പിന്തുണയാ? പറ. മോശയ്ക്ക് ആരാ ശമ്പളം കൊടുക്കുന്നത്? മോശയ്ക്ക് ഫറവോന്റെ അവിടെയായിരുന്നെങ്കിൽ എന്ത് രാജാവാകാമായിരുന്നില്ലേ? ഞാൻ പറയും, ഞങ്ങൾ ഈ പാസ്റ്റർമാരുടെ ശമ്പളത്തിനും വരാതിരിക്കേ വേദം. അടിസ്ഥാന ശമ്പളം 16,800 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ. അതിൻ്റെ 10 രൂപ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇവിടെ ഞങ്ങൾ പാസ്റ്റർമാർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന് ശമ്പളം ഒന്നും പറയാറില്ല. ഞങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡായിട്ടാണ് പറയുന്നത്. സപ്പോർട്ട് എന്നാണ് പറയുന്നത്. അറിയാം, സപ്പോർട്ട് എന്നാണ് പറയുന്നത്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കൊലച്ചു വരുന്ന വാഴയ്ക്ക് കൊലച്ചു വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതിനർത്ഥം ഈ സപ്പോർട്ട് എത്ര നാളുണ്ടാവും? വാഴക്കൊല മൂക്കുന്നവരെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ സെൽഫായിക്കൊള്ളും. ഇതാണ് രാജു പാസ് പറയുന്നത്. രാജു പാസ് വിറ്റ കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വാഴക്കൊല ഒരിക്കലും മൂക്കുകയില്ല പാസ്. ഞങ്ങളുടെ വാഴക്കൊല ഒരിക്കലും മൂക്കുകയില്ല, നമ്മൾ സെൽഫാകുകയില്ല. അപ്പോൾ ഈ അവസ്ഥകളിലൂടെയൊക്കെ ഞങ്ങൾ പോയിട്ടും സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? മോശ കുടിച്ച മുലപ്പാലിൻ്റെ പണം ആരാ കൊടുത്തത്? നിങ്ങൾ എത്ര ജില്ലാ കളക്ടർ ആയാലും അമ്മയുടെ മുലപ്പാലിൻ്റെ വില പറയാൻ ഒരുത്തനും ഇവിടെ വളർന്നിട്ടില്ല. പക്ഷെ മോശ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമെന്ന് കണ്ടപ്പോൾ അവൻ കുടിച്ച മുലപ്പാലിൻ്റെ പണം കൊട്ടാരത്തിന്റെ ശമ്പള ഇനത്തിൽ അവന്റെ വീട്ടിലെത്തിയെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചവരെ, കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരെ, വേണ്ടി വന്നാൽ നീ കുടിച്ച മുലപ്പാലിന്റെ പണം വരെ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ള ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. നമ്മളൊക്കെ മരിച്ചാൽ അടക്കം ചെയ്ത് പെട്ടിക്കകത്ത ഒരു 3000 രൂപയുടെ മുറുക്കും പെട്ടിക്കകത്ത് 3000 രൂപയുടെ വരളക്കടലാസം ഒട്ടിച്ച്, അപ്പൊ 6000 പിന്നെ നമ്മുടെ മോന്ത കണ്ടാൽ അറിയാം അവൻ്റെ അപ്പനെ കഞ്ഞി കൊടുത്തവനല്ല, സ്നേഹത്തിരുന്ന് ഡെഡ് ബോഡി കൊണ്ടുവരികയെന്ന്. അപ്പൊ 12,000 ആക്കും. പിന്നെ അവസാനത്തെ ചെലവല്ലേ എന്ന് കരുതി നമ്മൾ 12,000 കൊടുക്കും.
മോശ മരിച്ചടക്കപ്പെട്ടത് സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫറവോനാണെങ്കിലും, ഇന്ന് നമ്മൾ 1,15,000 രൂപ കൊടുത്ത് ഈജിപ്റ്റ് കാണാൻ ചെല്ലുമ്പം അവിടെ ഈ മമ്മികളൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ ഡാഡിയെയും കൂടെ കണ്ടേച്ചു പോരായിരുന്നു. പക്ഷേ അവിടെ ഇരിക്കാനല്ല മോശയെ നിന്നെ വിളിച്ചത്. നെബോ പർവ്വതത്തിന്റെ മുകളിലേക്ക് പിസ്കാ മലമുകളിൽ കയറി വന്നു. എൻ്റെ വിശ്വാസം ഞാൻ പറയുകയാണ്, തെറ്റുണ്ടെങ്കിൽ രാജപാസിനെ രഹസ്യമായി വിളിച്ച് തിരുത്തിക്കോളും. ഈ മോശ മരിച്ചതുണ്ടല്ലോ, യഹോവയുടെ മടിയിൽ കിടന്നായിരിക്കണമെന്ന എൻ്റെ ഒരു ചിന്ത. അങ്ങനെയാണെങ്കിൽ അവൻ അടക്കിയ പെട്ടി ഏതായിരിക്കും? പെട്ടി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അത് മുരുക്കൻ്റെ പെട്ടിയല്ലായിരിക്കും, അത് തനി തങ്കമാകാനാ സാധ്യത. ഒന്നുകൂടെ ഞാൻ വ്യക്തമായി പറയുന്നു, ദൈവത്തിനായി നീ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായാൽ, നീ കുടിച്ച മുലപ്പാലിന്റെ പണം മുതൽ അടക്കുന്ന പെട്ടിയുടെ ഉത്തരവാദിത്വം വരെ ഏറ്റെടുക്കുവാൻ കഴിവുള്ള ദൈവത്തെ ഇന്ന് രാത്രി എങ്ങനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? പെന്തിക്കോസ്തുകാർക്ക് ശവക്കോട്ടയുണ്ടോ? ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെടുമ്പം ശവക്കോട്ടയുണ്ടോ? സഭാഹാളുണ്ടോ? ഞാൻ ചെന്ന് പെട്ടത് 1300 ഇടവക്കാരുള്ള പള്ളിയിൽ നിന്ന്. എൻ്റെ അപ്പൻ ഒരിക്കൽ അതിലെ പോയി. പോലീസുകാർ ഓടിച്ചപ്പം, ക്രിമിനൽ പുള്ളിയൊക്കെ ആയിരുന്നേ, പോലീസ് ഓടിച്ചപ്പോൾ ഈ സഭാഹാളിൻ്റെ അടുത്തോട് ഓടിപ്പോയത്. പുള്ളി നോക്കിയപ്പോൾ പ്രയർ ഹാൾ അതിൻ്റെ പുറകിൽ പോയിരുന്നു. അപ്പോൾ കള്ളന്മാർ നോക്കിയപ്പം പ്രയർ ഹാളിൽ കള്ളം കാണത്തില്ലെന്ന് കരുതി അവരങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ അപ്പൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, ഇവിടെ എന്താ ഇറച്ചി വെട്ടുന്നതെന്ന്. കാരണം ഈ ഷോള് കണ്ടാൽ പണ്ടത്തെ സഭാഹാളൊക്കെ 4 മൂല കെട്ടിപ്പൊക്കി ഓലയിട്ട് മേഞ്ഞ സഭാഹാളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങളുടെ മോനൊക്കെ ഒന്ന് ഞായറാഴ്ച തമ്പരടിക്കുന്ന സ്ഥലമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്തൊക്കെ ഞങ്ങൾ പെന്തക്കോസ്തുകാർ ഇറങ്ങി തിരിച്ചത് 2.25 സെന്റിനകത്ത് ചാണകം മെഴുകിയ തറയ്ക്കകത്ത് കൈകൾ കൊണ്ട് മെടഞ്ഞെടുത്ത ഓലക്കീറും കൈതയുടെ ഓലയും താഴെ വിരിച്ച് ഒരു വശം പൊട്ടിയ തമ്പേറ് പിടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്നിരിക്കുന്ന ഈ സൗകര്യത്തെക്കാൾ ശക്തിയോടെ അന്ന് ഞങ്ങൾ ആരാധിച്ചിരുന്നു എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട. പ്രിയപ്പെട്ടവര്, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, അതുകൊണ്ട് പറയട്ടെ. ഞങ്ങളുടെ ശവക്കോട്ട കണ്ടിട്ടുണ്ടോ? പെന്തിക്കോസ്തുകാരുടെ ശവക്കോട്ട കണ്ടാ ചാവാനും തോന്നൂല. 90% കേട്ടോ. എന്നുവെച്ചാൽ ഒന്നാമതൊരു പട്ടിക്കാട്ടിലായിരിക്കും, ഏതെങ്കിലും മലയുടെ മണ്ടയ്ക്കായിരിക്കും. നമ്മളൊരു ഡീസൻ്റ് ആയിട്ടൊക്കെ പറയും, ഡെഡ് ബോഡി ശ്മശാനത്തിലേക്ക് എടുക്കുകയാണ്, എല്ലാവരും വണ്ടിക്കകത്ത് കയറി വരണം. ബന്ധുക്കളൊക്കെ കയറി എവിടാ കൊണ്ടുപോകുന്നത്? പണ്ടൊക്കെ 50, 60, 100 കിലോമീറ്റർ കൊണ്ടുപോവാണ്. ആ പോണ വഴിക്കൊരു ഗുണമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഡെഡ് ബോഡി ചുമന്ന് തൃശ്ശൂർ മക്മേലേക്ക് പോകുമ്പം പെരുമ്പാവൂരിൽ വന്ന ബന്ധുക്കൾ അവിടെ ഇറങ്ങി വീട്ടിലോട്ട് പോകും. അങ്ങനെ അവിടെ ചെല്ലുമ്പം ഒഴിവാക്കാൻ പറ്റാത്തൊരു 5-6 പേര് മാത്രമേ കാണത്തുള്ളൂ. അവിടെ ചെല്ലുമ്പം തലേ ദിവസം കാട് വെട്ടിയ സ്ഥലവും കൊതുകിൻ്റെ സ്ഥലവും എൻ്റെ മുന്നേ കണ്ടാൽ ചാകാനേ തോന്നത്തില്ല. പക്ഷേ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞോട്ടെ, കുടുംബക്കല്ലറകൾ വിട്ടത്, അന്നത്തെ അമ്പര ചുംബിയായി നിൽക്കുന്ന ആരാധനാലയങ്ങൾ വിട്ടത്, അന്നത്തെ പട്ടും പത്രാസും ഞങ്ങൾ വിട്ടതിനേക്കാൾ മെച്ചപ്പെട്ട ബില്ലിങ് കണ്ടത് കൊണ്ടല്ല, ദൈവം കരുതുമെന്ന വിശ്വാസം കണ്ടത് കൊണ്ട്. ആഴയം നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും ഭയപ്പെട്ടിട്ടില്ല. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഇവിടെ ദൈവശാസ്ത്രത്തിലേക്ക് വരികയാണ്. ഈ 7-ാം ദിവസം എന്ന് പറയുമ്പം എന്താ 7-ാം ദിവസത്തിന്റെ പ്രത്യേകത? 7-ാം ദിവസമാണ് ശബ്ബത്ത്, സ്വസ്ഥത. അതാണ് എൻ്റെ അർത്ഥം. അപ്പം പഴയ നിയമത്തിൽ എത്ര ശബ്ബത്തുണ്ട്? 4 വിധത്തിൽ ഉള്ള ശബ്ബത്തുകൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. 4 വിധത്തിലുള്ള ശബ്ദങ്ങൾ. അപ്പം നമ്മൾ ചിന്തിക്കും, ഈ 4 വിധത്തിലുള്ള ശബ്ദത്തുകൾക്ക് അതെല്ലാം കർത്താവ് പരിഹാരം വരുത്തിയതാണ്. മത്തായിയുടെ സുവിശേഷം 12-8 വാക്യം, മനുഷ്യപുത്രനോ ശബ്ബത്തിനും കർത്താവാകുന്നു. അപ്പം ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് ശബ്ബത്തുകൾ നിവർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന ദിവസം ആരാധിക്കണമെന്ന കർശനമായ നിയമങ്ങളൊന്നും നമുക്കില്ല. നാം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അത്രയേ ഉള്ളൂ. ഗൾഫിൽ ചെന്നാൽ പറ്റുമോ? പറ്റത്തില്ല. വെള്ളിയാഴ്ച ആരാധിക്കണം. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസവുമല്ല, അതൊക്കെ നമുക്കറിയാമല്ലോ. ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. അപ്പം ശബ്ബത്തുകൾ മാറിപ്പോയി, ആ നിയമവ്യവസ്ഥകൾ മാറിപ്പോയി. അങ്ങനത്തെ ശബ്ദത്ത് ഇപ്പോഴുണ്ടോ? ഇല്ല. ശബ്ദത്തുകാരെന്ന് പറയുന്നവർക്ക് പോലും അന്നത്തെ ശബ്ദത്തില്ല. കാരണം മൃഗങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല, ദാസീദാസന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല, നിശ്ചിത നാഴിക ദൂരം യാത്ര ചെയ്യാൻ പാടില്ല. ഈ ശബ്ദത്തുകളൊക്കെ ആരാചരിക്കുന്നത്? ആ ശബ്ദത്ത് മാറിപ്പോയെങ്കിലും ശബ്ദത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ സമയപരിധിയില്ലാത്ത ആരാധനകൾ, ഒരു ദിവസം ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിച്ച ആ ആരാധനകൾ ഇതുവരെ ദൈവസഭയ്ക്ക് വന്നിട്ടില്ല.
അതാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് ശേഷിച്ചിരിക്കുന്നു എന്നല്ല വാക്യം, ശബ്ബത്തിന്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു. 9 മണിയാകുമ്പോൾ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കും, എന്നിട്ട് ഇങ്ങനെ പറയും അല്ലേലൂയ 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 എന്ന് പറഞ്ഞാൽ 9 മണി നിർത്തിക്കോളാം. പക്ഷേ വാച്ചില്ലാത്തൊരു ലാഘത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. എം.എ. ചെറിയാച്ചന്റെ പാട്ടറിയാമല്ലോ, കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. അടുത്ത വാക്കൊന്ന് പറഞ്ഞ് തിരികെ വരാതെ എവിടെ പോയാലും തിരികെ വരണം, ഏത് രാജ്യത്ത് പോയാലും തിരികെ വരണം. വന്നില്ലെങ്കിൽ വിവരമറിയും. പക്ഷെ പോയാൽ തിരികെ വരാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമുണ്ടെങ്കിൽ അത് നിത്യത മാത്രമാണെന്ന് ഈ രാത്രി ദൈവജനം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ശബ്ദത്തുകൾ മാറിപ്പോയെങ്കിലും ആ ആരാധനകൾ കൈവന്നിട്ടില്ല. നിരന്തരമായി ആരാധിക്കുന്ന ദൈവത്തോടുകൂടെ വസിക്കുന്ന ആ നിത്യത കൈവന്നിട്ടില്ല. അത് 7-ാം ദിവസത്തിലേ വരൂ. അപ്പൊ 7-ാം ദിവസം ഏതാ? പുതിയ നിയമത്തിൽ ആദാം മുതൽ അബ്രഹാം നോഹ കാലഘട്ടം വരെ 2000 വർഷമാണ്. അവിടെ മുതൽ യേശുക്രിസ്തു വരെ 2000 വർഷമാണ്. യേശുക്രിസ്തു ഇന്ന് വരെ 2000 വർഷമാണ്. അപ്പൊ എത്രയായി? മൊത്തം 6000 വർഷമായി. അപ്പൊ നിങ്ങൾ ചിന്തിക്കും 6000 ആയിട്ടുള്ളൂ. ആദാം മുതൽ ഇതുവരെ 6000. ഇവിടെയും യുക്തിവാദികൾ ഇടപെടുന്നുണ്ട്. അവർ പറയുന്ന ഈ ബന്ധിക്കോസാരൊക്കെ മണ്ടന്മാരാ. കാരണം പുരാതനമായ പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നില്ലേ? ലക്ഷക്കണക്കിന് വർഷങ്ങൾ. ഇവിടുത്തെ 5500 വർഷം പഴക്കമുള്ള BC മോഹൻജാദ ഹാരപ്പ സംസ്കാരം നമുക്കറിയാമല്ലേ? ദിനോസുള്ള ഫോസിൽ കണ്ടെടുക്കുന്നു കോടിക്കണക്കിന് വർഷങ്ങൾ. അന്നേരം നിങ്ങളുടെ ആകപ്പാടെ ആദാം ഉണ്ടായിട്ട് 6000 സംവത്സരങ്ങൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് എങ്ങനെ കണക്ക് ഒപ്പിക്കും? ഒപ്പിച്ച കണക്കൊന്നല്ല, ഉള്ള കണക്കാ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനും 2-ാമത്തെ വാക്യത്തിനിടയിൽ 4 തിയറികളുണ്ട്. ഗ്യാപ് തിയറി, യാം തിയറി, തിരമാലിന്റെ സിദ്ധാന്തം, ഒരു ദിവസത്തെ 1000 സംവത്സരങ്ങളായി കാണുന്ന സിദ്ധാന്തം. 1-ാം വാക്യം തന്നെ കനത്ത മറുപടിയാണല്ലോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ലോകത്തിന്റെ 4 കോണിൽ നിന്ന് ഉയരുന്ന നാനാവിധ ചോദ്യങ്ങളുണ്ട്. 1-ാമത്തെ ചോദ്യം എന്നാണാവോ? ഉത്തരം 1-ാമത്തെ വാക്കിലുണ്ട്, ആദിയിലാണ്. നിനക്ക് ആദി കയറുമ്പോഴല്ല, എല്ലാറ്റിൻ്റെയും ആദിയിലാണ്. 2-ാമത്തെ ചോദ്യം എന്താണ്? എന്താണാവോ? ചുമ്മാ കണ്ണി കണ്ടൊന്നുമല്ല, ആകാശവും ഭൂമിയുമാണ്. 3-ാമത് എങ്ങനെയാണാവോ? പൊട്ടിത്തെറിച്ചതല്ല, ഉണ്ടാക്കിയതാണെന്ന്. ലോകത്തിന്റെ സകല ചോദ്യങ്ങൾക്കും ഒറ്റ വാചകത്തിൽ വായടപ്പിച്ച് മറുപടി കൊടുക്കുന്ന ഈ വേദപുസ്തകം ആരംഭിച്ചതുപോലെ ആരംഭിക്കാൻ ഇന്ന് വരെ ഒരു ഗ്രന്ഥത്തിന് പോലും കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. അനുമാനങ്ങൾ കൊണ്ടും ഊഹാപോഹങ്ങൾ കൊണ്ടും കെട്ടിപ്പൊക്കിയ ഒരു സിദ്ധാന്തമല്ല ഇത്. അപ്പോൾ അവിടെ 4 തിയറികളുണ്ട്. ആ 4 തിയറിയിൽ വരുന്നതാണ് ലൂസിഫറും 1-ാം ലോകമൊക്കെ അന്നേരം വരുന്നതാ. ഒറ്റ തെളിവ് തരാം. ഈ 1-ാം അധ്യായത്തിൽ കാണുന്ന ഭൂമി വെള്ളത്തിനടിയില്ല, അല്ലേ? ഭൂമി വെള്ളത്തിനടിയില്ല. വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു. 79% വെള്ളം കൂടി, 21% അതിന് ഉണങ്ങിയ നിലത്തിന് ഭൂമി എന്ന് പേരിട്ടു. പക്ഷേ സങ്കീർത്തനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വെള്ളത്തിന്മേലാ വിരിച്ചത്. താഴെ വന്ന ആ ചരിത്രത്തിന് പറയുന്ന തിയറിയാണ് ഗ്യാപ് തിയറി. ഇന്ന് രാത്രി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഇനി അതറിയാതെ ഇന്ന് രാത്രി ഉറക്കം വരില്ല എന്നുള്ളവർ 9 മണിക്ക് ശേഷം ആ പുസ്തകം വാങ്ങി വീട്ടിൽ പോകണം. അപ്പോൾ ഉത്തരം അതിനകത്തുണ്ടാകും. അപ്പോൾ അടുത്ത കാലത്തേക്ക് വരാം. അപ്പോൾ 6000 കൊല്ലമായി. നമുക്കിനി ദൈവത്തിൻ്റെ കണക്ക്, നമ്മുടെ കണക്കല്ലോ ദൈവത്തിൻ്റെ കണക്ക്. നമ്മുടെ 1000 സംവത്സരങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എത്ര ദിവസമാ? ഒരു ദിവസം. അപ്പൊ കണക്കൂട്ട് എളുപ്പമാണല്ലോ. ആദാം മുതൽ ക്രിസ്തു വരെ ഇന്ന് വരെ 6023 കൊല്ലമായെങ്കിൽ നമ്മുടെ കണക്കിൽ 6 സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. 7-ാമത്തെ സഹസ്രാബ്ദത്തിൽ കയറിയിരിക്കുന്നു. പക്ഷെ ദൈവം നോക്കുമ്പോൾ എത്ര ദിവസമേ ആയിട്ടുള്ളൂ? വെറും 6 ദിവസമേ ആയിട്ടുള്ളൂ. 6000 സംവത്സരങ്ങൾ 6 ദിവസമേ ആയിട്ടുള്ളൂ. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണെങ്കിൽ പഴയ നിയമത്തിലെ 6-ാം ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം സ്വസ്ഥതയാണെങ്കിൽ, വിശ്രാമമാണെങ്കിൽ, ദൈവത്തോടുകൂടെ മനുഷ്യൻ ആരാധിക്കുന്ന ദിവസമാണെങ്കിൽ, ഈ 6000 വർഷമെന്ന 6 ദിവസം കഴിഞ്ഞ് 6000 മുതൽ 7000 വരെയുള്ള ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സഹസ്രാബ്ദം എന്തുകൊണ്ട് നിത്യത
ഇന്ന് വിശ്രാമം എന്ന ശബ്ദത്ത് ആയിക്കൂടാ. ഒന്നുകൂടെ ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലയളവാണ് പുതിയ നിയമത്തിലെ 7-ാമത്തെ ദിവസം. 7-ാം ദിവസം സഭ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അധികം പേര് കൈവക്കാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? ടെക്നോളജി ഒത്തിരി ഉയർന്ന കാലഘട്ടമാണല്ലോ അല്ലേ. നമ്മൾ പറയും ഇപ്പോ 6000 മുതൽ 7000 വരെയുള്ള ഈ 1000 സംവത്സരം ദൈവത്തിന്റെ 7-ാം ദിവസമാണ്. അപ്പൊ കർത്താവ് വരാൻ സാധ്യതയുണ്ട്, സഭ സ്വസ്ഥത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യത. അപ്പൊ നമ്മൾ കണക്കൂട്ടുകയാണ്, 1000 വർഷമല്ലേ പാസ് ഒരു ദിവസം ദൈവത്തിന്. അതെ, ഇപ്പൊ 23 കൊല്ലല്ലേ ആയിട്ടുള്ളൂ ഈ ഒരു ദിവസം തീരാനേ. ഈ 1000 വർഷം ദൈവത്തിന് ഒരു ദിവസം 21 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. അതെ, ഇനി 977 പരം കൊല്ലങ്ങൾ കിടക്കുകയല്ലേ. അതെ, പിന്നെ എന്തിനാ നമ്മൾ സ്വന്തം പറയുന്നത്? പിന്നെന്താ രക്ഷിക്കപ്പെടുന്നത്? വ്യക്തമായി മറുപടി പറഞ്ഞേക്കാം. പഴയ നിയമത്തിൽ രാജാവിന്റെ ചെങ്കോൽ തൊട്ടത് 3-ാം ദിവസമായിരിക്കണം. മണവാളനാകുന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിവസം ഉച്ച കഴിഞ്ഞല്ല, പ്രഭാതത്തിലാണ്. മനുഷ്യൻ ഏതൊരു കാര്യവും ശുഭകരമായി ആരംഭിക്കുന്നത് പ്രഭാതത്തിലായതുകൊണ്ട് ഈ ഇരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടി മണവാളൻ മണിയറ ഒരുക്കാൻ പോയത്, അതിനുവേണ്ടി ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിവസത്തിന്റെ പ്രഭാതത്തിലാണെങ്കിൽ ഈ ഇരിക്കുന്ന മണവാട്ടി പ്രവേശിക്കുന്നതും ഈ ദിവസത്തിന്റെ ആരംഭ സമയങ്ങളിലായിരിക്കും എന്ന ചിന്തയിലേക്ക് വരുമ്പോഴാണ് ഏത് സമയത്തും കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുന്നത്. മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കടലിൽ കമ്പനമുണ്ടാൽ സൂചന കിട്ടും, അവർ ഓരിയിടുവാനായിട്ട് തുടങ്ങും. നമ്മുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം ഇവിടെ പെയ്യുമോ 3.5 കിലോമീറ്റർ അകലെ പെയ്യുമോ തിരിച്ചറിയാൻ കഴിയും. കാർമേഘം ഉരുണ്ടുകൂടുമ്പം കോഴിക്കൂട് തുറന്നിട്ട് മഴ ഇവിടെ പെയ്യുമെങ്കിൽ മാത്രമേ അത് അകത്ത് കയറത്തുള്ളെന്നാ പറയുന്നത്. ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ പമ്മി പമ്മി നിൽക്കും. ഇവിടുത്തെ പട്ടിക്കും പന്നിക്കും കമ്പനത്തിന്റെ സൂചന കിട്ടുമെങ്കിൽ, ഇവിടുത്തെ കോഴിക്കും താറാവിനും മഴ പെയ്തിറങ്ങുന്ന സൂചന കിട്ടുമെങ്കിൽ, അവന്റെ ആത്മാവിനെ പ്രാപിച്ച കാന്തയായ ദൈവസഭയ്ക്ക് കാന്തനാകുന്ന ക്രിസ്തു വാനമേഘങ്ങളിൽ 1000 കോടി വിശുദ്ധന്മാരുമായി വരുന്ന സൂചന എന്തുകൊണ്ട് കിട്ടുകയില്ല? പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ ലക്ഷണങ്ങളെ നിങ്ങൾക്ക് വിവേചിക്കുവാൻ കഴിയാത്തത് എന്ത്? ഇത് ദിവസങ്ങൾ 7-ാം ദിവസമായതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം ദൈവസഭ. ഞാൻ 2-ാമത്തെ കാര്യത്തിലേക്ക് വരുന്നു. തലമുറകളിൽ ഇത് 7-ാം തലമുറയാണ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അറിയാമല്ലോ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി അത്ര അറിയാം. ബാക്കി പിന്നെ ദിനവൃത്താന്ത പുസ്തകം ഇതൊന്നും വായിക്കാറില്ല, അതുകൊണ്ട് വംശാവലിയൊക്കെയല്ലേ കിടക്കുന്നത്. വംശാവലി ദൂരം നല്ല പ്രസംഗം കിടപ്പുണ്ടല്ലേ. അവിടെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം ക്രിസ്തു വരെ 14, 14 × 3 = 42, അബ്രഹാം മുതൽ പിറകിലോട്ട് ആദാം വരെ 20. അപ്പോൾ ടോട്ടൽ ആദാം മുതൽ ക്രിസ്തു വരെ 62 തലമുറകളുടെ ചരിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പഴയ നിയമത്തിനകത്ത് സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ ഇവിടെയും 1000 വർഷത്തെ ഒരു തലമുറയായി കാണുന്നൊരു കണക്ക് മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ഒന്ന് എടുത്തു വെച്ചോളൂ. അവിടെ നമ്മൾ കാണുന്നത് ആദാമിൻ്റെ വംശപാരമ്പര്യം ആവിത്. ആദാമിന് 130 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു, അവനെ ശേത്ത് എന്ന് പേരിട്ടു. ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പിന്നീട് ആദാം 800-ൽ-ഏറെ സംവത്സരം കൂടെ ജീവിച്ചിരുന്നു. അങ്ങനെ ധാരാളം മക്കൾ പുള്ളിക്കാരനുണ്ടായി. 930-ലാണ് ആദാം മരിക്കുന്നത്. 930-ൽ മരിക്കുമ്പോൾ എത്രമാത്രം പിള്ളേരാണെന്നറിയാമോ? എത്ര തലമുറയാണെന്നറിയാമോ? പക്ഷേ അവിടെ ആ പാരഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലുള്ള ഓരോ ഖണ്ഡിക നിങ്ങൾ നോക്കിയാൽ, ഓരോ ഖണ്ഡികയും 900-നും 1000-നും ഇടയിലുള്ള ആയുസ്സിലാണ് പുരുഷന്മാർ മരിച്ചിട്ടുള്ളത്. 2 പേർ മാത്രമാണ് അതിൽ താഴെ ആയുസ്സിൽ മരിച്ചത്. അതിൻ്റെ അർത്ഥം എന്നാന്നല്ലോ മനസ്സിലായോ? പഴയ നിയമത്തിനകത്ത് 1000 വർഷത്തെ ദൈവം ഒരു തലമുറയായും ഒരു ദിവസമായും കണക്കാക്കിയിരുന്നു. ആ ദിവസത്തിൻ്റെ കണക്കാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇനി ഒരു ദിവസത്തിൻ്റെ കണക്കാണ്. ആദാം തിന്നാളിൽ മരിച്ചല്ലോ. തലമുറ കണക്ക് നോക്കുക, തലമുറയുടെ കണക്ക് നോക്കുക. ആദാം 930-ൽ മരിക്കുമ്പോൾ നമ്മുടെ കണക്കിൽ 100 കണക്കിന് തലമുറ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കണക്കിൽ ഒറ്റ തലമുറയെ പോയിട്ടുള്ളൂ. ഇനി താഴോട്ട് വരാം. അടുത്ത ഓരോ പാരഗ്രാഫും നോക്കിക്കോ. അവിടെ
അവർ ജീവിച്ച മെതുശലേക്ക് 969 അങ്ങനെ വന്ന് ഒന്നാമത്തെ പാരഗ്രാഫ് 1-ാം തലമുറ, രണ്ടാമത്തെ പാരഗ്രാഫ് 2-ാം തലമുറ, 3, 4, 5, 6 ആറാമത്തെ പാരഗ്രാഫ് 6-ാം തലമുറയായിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീട്ടിലേക്ക് വരാം. ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ മകൾ, മകളുടെ മക്കൾ 4 തലമുറ വീട്ടിലുണ്ട്. പക്ഷേ ഞാൻ മരിച്ചാൽ എന്ത് പറയും? ജോയി പാറക്കൽ മരിച്ചു, അതൊരു കാലമായിരുന്നു, അതോടെ എല്ലാം തീർന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആരുണ്ട് അവിടെ? അമ്മയുണ്ട്, മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്. ഈ പ്രശസ്തിയുള്ളവരുടെ മക്കളായിട്ട് ജനിച്ചാൽ വലിയ ബുദ്ധിമുട്ടാട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർ അപ്പൻ്റെ പ്രശസ്തിയെ മറികടക്കത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ അവന് അഡ്രസ്സേ ഉണ്ടാവില്ല. ചാകുന്നവരെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്ന ആരുടെ മകൻ, അവന് മേൽവിലാസവും ഇല്ല, അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല, അവന് കുഴപ്പമുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ കാണുമ്പോൾ പറയും ജോയി പാറക്കലിൻ്റെ മക്കൾ, അങ്ങനെ പറയത്തുള്ളൂ. അവരെ കല്യാണം കഴിച്ചവർക്ക് പോലും ചിലപ്പോൾ വിഷമാണ്. എന്നുവെച്ചാൽ അവൻ്റെ വീട്ടുപേര് ഒരു മാന്യമവും, എൻ്റെ വീട്ടുപേരാണ് പറഞ്ഞത്, പാറക്കലിൻ്റെ മരുമോനാന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് ഈ പ്രശസ്തരായ ആളുടെ മക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഓവർ ടൈം ചെയ്താൽ മാത്രമേ അപ്പൻ്റെ അഡ്രസ്സിനെ മറികടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന പ്ലാവിൻ്റെ ഇടയ്ക്കൂടെ അടയ്ക്കാൻ പറ്റും ചെന്ന് ഇങ്ങനെ കുലച്ച് നിൽക്കുന്ന പോലെ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിന്നോട്ടെ ആ കാര്യം. അടുത്ത ഭാഗത്തോട്ട് നമുക്ക് വരാം. അപ്പോൾ ഈ 1000 വർഷം കൊണ്ട് 7-ാമത്തെ ഖണ്ഡിക 7-ാമത്തെ പാരഗ്രാഫാണ്. ആ 7-ാമത്തെ ഖണ്ഡിക 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു മോളെ, അത് മാത്രം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം 21-ാമത്തെ വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. ഇനി അടുത്ത ഹാനോക്കിന് 23 വായിച്ചു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഒന്ന് നിന്നോളെ. അപ്പൊ ഇവിടെ 7-ാമത്തെ പാരഗ്രാഫിൽ വരുന്ന ആളുടെ പേരെന്തോന്നാ? ഹാനോക്ക്. ഇനി അവിടെ 1, 2, 3, 4, 5, 6, 7 എണ്ണണോ? 7-ാമത്തെ ആളാണോ ഹാനോക്ക്? അല്ല. 700-ാമനുമല്ല, 7000-ാമനുമല്ല. പക്ഷേ 7-ാം തലമുറയിൽപ്പെട്ടവരാണ് ഹാനോക്ക്. എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? യൂദായുടെ ലേഖനത്തിൽ. ആദാം മുതൽ 7-ാമനാണോ ഹാനോക്ക്? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, 7-ാം തലമുറയിൽപ്പെട്ടവരാണ് ഹാനോക്ക്. 1000 വർഷത്തെ ജീവിച്ചിരിക്കുന്ന ആളുകളെ ഒരു തലമുറയിലെ പെടുത്തു. ദൈവത്തിൻ്റെ കണക്കായി പറയുന്നേ അങ്ങനെ. അതാണ് സകല ന്യായപ്രമാണവും പിന്നെ പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതൊരു കാലമാണ്, ബ്രാക്കറ്റ് പീരീഡാണ്. ആ കാലഘട്ടത്തിൽ 18 ന്യായാധിപന്മാരുണ്ട്, പിന്നെന്താണ് 41 രാജാക്കന്മാരുണ്ട്. കാലഘട്ടത്തിൻ്റെ യുഗപ്രഭാവ വീരന്മാരായ 10 ശിരോമണികളുണ്ട്, അഭിഷിക്തന്മാരുണ്ട്, പ്രവാചകന്മാർ, പുരോഹിതൻ. പക്ഷേ ഇത് ആ കാലത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 1000 വർഷത്തെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരു തലമുറയിലാണ് ദൈവം പെടുത്തുന്നത്. ഉദാഹരണം, നമ്മൾ പണ്ടത്തെ പെന്തക്കോസിനെ നമ്മൾ കണ്ടതാ, ഇപ്പോഴത്തെ പെന്തക്കോസിനെ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ മരിക്കുമ്പം ഇപ്പോഴത്തെ പെന്തക്കോസുകാരുണ്ടെങ്കിലും പഴയ തലമുറയാ മരിക്കുന്നത്. നമ്മൾ 2 അവസ്ഥയും കണ്ടവരാ. ഇത് പറഞ്ഞ പോലെ 1000 വർഷമാണ് ഒരു തലമുറ എങ്കിൽ ഇവിടെയാണ് കണക്ക് വരുന്നത് പഴയമത്തിനകത്ത്. അപ്പൊ ഇപ്പോ 6000 കൊല്ലമായെങ്കിൽ നമ്മുടെ കണക്കിൽ 100,000 തലമുറ പോയിട്ടുണ്ട്. ദൈവത്തിന്റെ കണക്കിൽ എത്ര തലമുറയെ ഇവിടെ മരിച്ചിട്ടുള്ളൂ? വെറും 6 തലമുറയെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന്റെ കണക്കിൽ എത്രയാം തലമുറയിൽപ്പെട്ടവരാ? 7-ാം തലമുറയിൽപ്പെട്ടവരാണ്. പഴയ നിയമത്തിൽ 7-ാം തലമുറയിൽപ്പെട്ട ഹാനോക്കിന് സൂപ്പർ ബമ്പോ ലോട്ടോ അടിച്ചു. എന്നാണ്? അവൻ ദൈവത്തോടുകൂടെ നടന്നു പോകുമ്പോൾ എടുത്തുകൊള്ളപ്പെട്ടതിനാൽ കാണാതെയായി. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന വേദഭാഗമാണെങ്കിലും 7-ാം തലമുറയിൽപ്പെട്ട എന്നോടും നിങ്ങളോടും ഈ രാത്രിയിൽ പരിശുദ്ധ ഉണർത്തുന്നത് ദൈവത്തോട് കൂടെ നടന്നുകൊള്ളുക. യേശു അടുത്ത് ചെന്നതുപോലെ നാം അടുത്ത് ചെല്ലുക. 7-ാം തലമുറ നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള തലമുറയാണ് 7-ാമത്തെ തലമുറയെന്ന് മനസ്സിലാക്കണം. ഹാനോക്കിന്റെ പ്രത്യേകത കണ്ടോ? ഹാനോക്ക് ഭാര്യയോടുകൂടെ ജീവിച്ചു. എത്ര കൊല്ലാന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നെ ഇല്ലേ? ഹാനോക്കിന്റെ മാലയിട്ട് കൊടുക്കണം. എന്താ കാര്യം? 365 കൊല്ലം ജീവിച്ചു എന്നാ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ പറയാൻ ശരിയാവില്ല. ഹാനോക്ക്
ഒരു ഭാര്യയോടുകൂടെ ജീവിച്ചു. അതൊരു കാര്യമല്ലേ? അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഉറക്കെ പറയേണ്ട കാര്യമാണ് എന്തോന്ന്, ഒരു ഭാര്യയോടുകൂടെ ജീവിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഡിവോഴ്സുകൾ വർദ്ധിച്ചു വരുന്ന കാലമാണ്. നമ്മുടെ ഇടയിൽ പോലും ഞങ്ങളെപ്പോലെയുള്ളവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പം സംഗതി കടന്നു പോകുന്നത്. പർഗട്ടോറി ബസ്പുർക്കാനെന്ന് പറയുന്നൊരവസ്ഥയാണിപ്പോൾ. അപ്പോൾ ആൾക്ക് ഒരു മടിയുമില്ല കാര്യത്തിൽ. കോടതി 20 വർഷം കഴിഞ്ഞ പെണ്ണിനോട് ചോദിച്ചു, മോളെ ഡിവോഴ്സ് വേണോ? അവൾ പറഞ്ഞു വേണം സാർ. കോടതി ചോദിക്കുകയാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകൊച്ചില്ലേ നിനക്ക് ഉണ്ട്, അതിനെ അങ്ങ് ഓർത്തുകൂടെ? അതൊന്നും ഓർക്കണം, അത് ദൈവം നടത്തിക്കോളും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അതൊക്കെ കഴിഞ്ഞു. അണ്ടർസ്റ്റാൻഡിങ് പറ്റത്തില്ല. അപ്പോൾ കോടതി പിന്നെയും ചോദിക്കുക, നിനക്ക് തയ്യലറിയാമോ? സ്റ്റിച്ചിങ് വർക്ക് അറിയാം? മോളെ ഷർട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിള്ളലുണ്ടായാൽ, കീറലുണ്ടായാൽ നീ ആ സൂചിയും നൂലും എടുത്ത് തയ്ച്ച് ഇട്ട് കൊടുത്തുകൂടെ? അങ്ങനെയല്ലേ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നേ? അപ്പോൾ ആൾ പറയാ കൊടുക്കാം സാർ, പക്ഷേ ഷർട്ടിൻ്റെ എല്ലാ ഭാഗത്തും കീറലാണെങ്കിൽ മൊത്തം തുന്നുന്നതിനേക്കാൾ നല്ലത് പുതിയ തുണി മേടിച്ചു കൊടുക്കുകയല്ലേ എന്ന്. അപ്പോൾ കോടതി പറഞ്ഞു ഡിവോഴ്സ് ചെയ്തോളാൻ പറഞ്ഞു. പിള്ളേർക്ക് യാതൊരു മടിയിപ്പില്ലെന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെയാണ് ഹാനോക്കിനെ അഭിനന്ദിക്കേണ്ടത്. ഒരു ഭാര്യ. അടുത്തത്, ഭാര്യയോടുകൂടെ ജീവിച്ചാൽ മക്കളോടുകൂടെ ജീവിച്ചു എന്നാ. അടുത്തത്, ഭാര്യയും മക്കളുണ്ടായാൽ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സമയം കിട്ടില്ല എന്ന് പറയുന്നവർക്കൊരു മറുപടിയാണ്, കനത്ത മറുപടിയാണ് ഹാനോക്ക്. ഭാര്യയോടുകൂടെ ജീവിച്ചു, മക്കളോടുകൂടെ ജീവിച്ചു, ദൈവത്തോടുകൂടെ നടന്നു, സമം എടുക്കപ്പെട്ടതിനാൽ കാണാതെയായി. ഉണ്ടോ? ഇതങ്ങോട്ട് വിശദീകരിച്ച് കഴിഞ്ഞ് ഞാൻ ഈ ഹാനോക്കിനെ കണ്ടമാനം വിശദീകരിച്ച് പറഞ്ഞു, മോളെ ആ വാക്യം ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു. വായിക്കണ്ട കേട്ടോ, ഹാനോക്കിന്റെ വായിക്കണ്ട. അങ്ങനെ ആ വായിച്ച പെൺകൊച്ചിന് എന്നേക്കാൾ ആവേശമായി പോയി. ആ കൊച്ചു പണ്ട് വായിച്ചതെന്നറിയാമോ? ഹാ നോക്ക്, ദൈവത്തോട് നടക്കുന്നു. ഉണ്ടോ? അങ്ങനെ വായിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞ. ഹാ നോക്കെന്ന് പറഞ്ഞാലും ശരിയാ, നോക്കാൻ കൊള്ളാകുന്ന ജീവിതമായിരുന്നു ആരുടേത്? ഹാനോക്കിന്. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇനി ഒരു ജന്മമുണ്ടായാൽ, ഈ ഡിവോഴ്സിനൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കണോ വൈകുന്നത്, ഇനി ഒരു ജന്മമുണ്ടായാൽ ഇപ്പോൾ ഉള്ള ഭാര്യ മതിയോ, ഇപ്പോൾ ഉള്ള ഭർത്താവ് മതിയോ? ചുമ്മാ ഒരു ചോദ്യമാണ്. എന്തോ ചിരിയെന്ന് എന്നെ അറിയാമോ? പക്ഷേ ഇനി ഒരു ജന്മം അപ്പോട്ടെ, ഈ ജന്മം തന്നെ അങ്ങനൊരു നിയമം വന്നിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഓണത്തിൻ്റെ പ്രഷർ കുക്കർ എക്സ്ചേഞ്ച് മേളയ്ക്ക് പകരം ഈ ഏടാകൂടങ്ങളെ മാറുന്നൊരു മേള വന്നിരുന്നെങ്കിൽ എന്ന മലയാളി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നടക്കാൻ പോകുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം പറയാം, മക്കളെ ഈ മാതാപിതാക്കൾ മതിയോ അടുത്ത ജന്മം? മക്കളോട്, മാതാപിതാക്കളോട് ഈ മക്കൾ മതിയോ അടുത്ത ജന്മം? എല്ലാവരും ഉത്തരം ഏകദേശം എനിക്കറിയാം. എന്താണ് ഉത്തരം? യാതൊരു വിവരവും ബോധവും ഇല്ലാത്ത 2 ജന്മങ്ങളാണ് ഏത്? അപ്പനും അമ്മയും. അവരുടെ നോട്ടത്തിൽ ഒരു പരിധിവരെ ശരിയാണ്. അവർക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, ഇമെയിലുണ്ട്, കയ്യിൽ വാച്ച് പോലെ കിട്ടുന്ന കമ്പ്യൂട്ടറുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, സെർച്ച് ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. നമുക്ക് ഏതെങ്കിലും ആപ്പുണ്ടോ? ഒന്നുമില്ല. നാളെ അമ്മച്ചി ഫോൺ ചെയ്യുന്നു, ഹലോ ഹലോ ഹലോ, ഇത് കേൾക്കുന്നില്ലടാ. ആ മോൻ നോക്കിച്ച് പറയും ഇത് തിരിച്ചാ പിടിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഫോൺ പോലും മര്യാദയ്ക്ക് നോക്കാൻ അറിയാൻ മേലാത്തവരാണ് നമ്മൾ. അവരെ ശാസിക്കാനും രക്ഷിക്കാനും പറ്റുമോ? അവരൊക്കെ ഭയങ്കര ടെക്നോളജി പഠിച്ചവരാ. ഈയിടെ ഒരു മകൻ അപ്പൻ മകൻ്റെ കയ്യിൽ ഒരു പട്ടിയുടെ പടം കൊടുത്തിട്ട് പെയിൻറ് ചെയ്തുകൊണ്ട് വരാൻ. അവനകത്ത് സകല പെയിൻറ് തേച്ച് വെച്ചു, പച്ചയും ചുമപ്പും എല്ലാം. അപ്പോൾ ഈ അപ്പൻ മകനെ കണ്ടമാനം വഴക്കൂടി, എടാ കുരങ്ങേ, കുറേ പേരെ കുറിച്ചു, നിനക്ക് ഇത്ര ബുദ്ധിയില്ലാണ്ട് പോയില്ലോടാ. ഒന്നുകിൽ പട്ടി കറുപ്പ്, ഇല്ലെങ്കിൽ വെളുപ്പ്, ഇല്ലെങ്കിൽ ബ്രൗൺ കളർ, അല്ലാണ്ട് പച്ച പട്ടി ഉണ്ടോടാ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പാവം പറയുക, ഈ പറഞ്ഞ പേരൊന്നും എനിക്കല്ല യോജിക്കുന്നത്, പപ്പയ്ക്കാ. അത് ഞാൻ എന്നാ, ഇത് കേരളത്തിലെ പട്ടിയല്ല പപ്പ, ഇത് നോർത്ത് ഇന്ത്യയിൽ ഹോളി ആഘോഷം കഴിഞ്ഞ് വരുന്ന പട്ടിയാണ്. ഇപ്പം ആരാ പൊട്ടൻ? അപ്പം നമ്മളെക്കാളൊക്കെ ഭയങ്കര ടെക്നോളജിയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. രക്ഷയില്ല. അവരോടൊക്കെ ഞാൻ പറയുകയാണ്, മക്കളെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിയാമോ നിങ്ങൾക്ക്? അടുത്ത ജന്മത്തിൽ മാതാപിതാക്കളെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ, കുടുംബങ്ങളെ മാറ്റാൻ, ഇതൊക്കെ ഒരു സ്വപ്നമായിട്ട് തന്നെ കിടക്കട്ടെ. പക്ഷേ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം. നെഞ്ചിൽ കുത്തിയാണ് ചോദിക്കുന്നത്, 2 കരവും അടിച്ചോ ഉയർത്തിയാണ് മറുപടി പറയേണ്ടത്. ഇനിയൊരു ജന്മം കുറുപ്പന്തറയിലുണ്ടായാൽ, ഇനിയൊരു ജന്മം കേരളത്തിലുണ്ടായാൽ, ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന
ഈ യേശുവിനെ തന്നെ മതിയോ ദൈവമായിട്ടൊന്നൊരു ചോദ്യം ചോദിച്ചാൽ ഈ പട്ടണം മുഴുവൻ കേൾക്കത്തക്ക നിലവാരത്തിൽ ഞങ്ങൾ ഉറക്കെ പറയും, ഒരു ജന്മമല്ല 1000 ജന്മം ജനിച്ചാലും യേശുവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ വേണ്ട എന്ന അഭിമാനത്തോടെ ആ കരമൊന്ന് ചേർത്തടിച്ചോ. ഇന്ന് രാത്രി പറയട്ടെ, അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധ്യനായി മറ്റൊരുവൻ ലോകത്തിലില്ല. അതാണ് ഞാൻ പറയാണ്. അതുകൊണ്ട് മക്കളെ, കോട്ടയം CMS സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ, കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോഴും നീ ദൈവത്തോടുകൂടെ നടന്നുകൊള്ളണം. മാർക്കറ്റിൽ പണി ചെയ്യുമ്പോഴും ദൈവത്തോട് കൂടെ നടക്കണം. കാരണം ഏത് സമയത്തും എടുക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് 7ാമത്തെ തലമുറ എന്ന് മനസ്സിലാക്കണം നമ്മൾ. ഇപ്പോഴുണ്ടാകുന്ന മരണം പോലെ ശ്രദ്ധിച്ചോളാം. ഇപ്പോഴുണ്ടാകുന്ന മരണം പണ്ടത്തെ പോലാണോ? പണ്ടൊരു അറ്റാക്ക് വന്നു, വരമ്പത്തെ മറിഞ്ഞാടി, നമ്മൾ പറഞ്ഞു മരണം വന്ന് വെട്ടിക്കുടിച്ചു, അങ്ങനെയൊക്കെയാ. എന്നാന്ന് പറയാൻ പോലും അറിയാമല്ല, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാൻ പോലും അറിയാമല്ല. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്ക് വന്നാലും കുഴപ്പമില്ല. ഞാനും ചോദിച്ചാൽ ഒരു അറ്റാക്കൊക്കെ വന്നെന്ന് കേട്ടു, പ്രാർത്ഥിക്കാൻ വന്ന പുള്ളി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഇനി 2 ഉണ്ടല്ലോ എന്ന്. പണ്ടൊക്കെ 3 കണക്ക്, 1 കൊടുത്തിട്ടും കല്ലുപോലെയുള്ള ഹൃദയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൈലൻ്റ് അറ്റാക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണത്തെ തീരുക പരിപാടിയൊക്കെ. നിങ്ങൾ ചിന്തിച്ചോണേ. ഇവിടെ ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇതാ, മരണം വരുന്നത് കണ്ടിട്ടുണ്ടോ? റാന്നിയിൽ ഒരമ്മച്ചി ഡെഡ് ബോഡിയുടെ അടുക്കം നിന്ന്, നിങ്ങൾ കണ്ടായിരുന്നല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആര് മരിച്ചു? അമ്മച്ചി മരിച്ചു. പണ്ടത്തൊരു പാട്ട്, എപ്പോഴാണ് എൻ്റെ സഹോദര മൃത്യു വരുന്നവർക്കായെങ്കിൽ. ഇപ്പം അതൊന്നും ആരും പാടുന്നില്ല, കാരണം ആർക്കും ചാകാൻ ഇഷ്ടമില്ലല്ലോ. അതാ സത്യം പറഞ്ഞാൽ, കിടക്കാൻ നേരത്ത് നിങ്ങൾ മരിച്ചടക്കപ്പെടുന്നത് സ്വപ്നം കണ്ടുകൊണ്ടൊരു പാട്ടും പാടി കിടക്കാമെങ്കിൽ ഇതിലൊന്നും നല്ല മാനസാന്തരം പിന്നെ വരാനില്ല. പക്ഷെ കിടക്കാൻ നേരത്ത് നാളെ ആർക്കിട്ട് പണിയാന്നും പറഞ്ഞാൽ കിടക്കുന്നത്. പിന്നെ എങ്ങനെ അവനവൻ്റെ ശവസംസ്കാരം സ്വപ്നം കണ്ടിച്ച് കിടന്നേ ഇത്രയും നല്ല സുഖമുള്ളൂ, സുഖം വേറെന്തോ ഉള്ളത്. അപ്പം തന്നെ വിളിച്ചോ ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്യുമല്ലോ നമ്മൾ. ശ്രദ്ധിച്ചേക്കണം. ഞാൻ പറയുന്നത്, ഈ അമ്മച്ചങ്ങനെ മരിച്ചു. തൃശ്ശൂർ പൂമല IP നമ്മുടെ ജോസ് പൂമല, ആ ചർച്ചിൽ ഒരു അമ്മച്ചി സംഗീതം എഴുന്നേറ്റു. പ്രാവിനുള്ളതുപോലെ ചെറുകനിക്കുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ് ഞാൻ തൻ്റെ സന്നിധിയിൽ പോയി, ബാക്കി പറഞ്ഞില്ല. പെന്തക്കോസ്ത് സ്വഭാവം ഉണ്ടല്ലോ, ആരെങ്കിലും തൊണ്ട കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അവിടെ പാട്ട് പാടും. പാട്ട് പാടിക്കഴിഞ്ഞിട്ടും അമ്മച്ചി ബാക്കി പറഞ്ഞില്ല, അവിടെ ഇരിക്കുക. ചെന്നപ്പോൾ അമ്മച്ചി മരിച്ചു. സഭായോഗത്തിൽ അമ്മച്ചി മരിച്ചു. ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ AG ചർച്ചിൽ ചെന്നപ്പം സഭാഹാളിൻ്റെ അകത്ത് പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വീടാ, ഒരമ്മച്ചി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. യാത്രാമൊഴി. ഞാൻ പറഞ്ഞു, അമ്മച്ചി അവിടെ പോയി? അമേരിക്കയിൽ പോയോ? ഇല്ല, അമ്മച്ചി മരിച്ചു പോയി പാസ്റ്റേ. അതിന് അമ്മച്ചിയുടെ പോസ്റ്റ് എന്തിനാണ് വെച്ചിരിക്കുന്നത്? പാസ്റ്റേ, ഈ സഭയ്ക്ക് അമ്മച്ചിയെ മറക്കാൻ ഒക്കുകയില്ല. കാരണം ഒരു സഭായോഗത്തിൽ അമ്മച്ചി ഒരു ആത്മ നിയന്ത്രണം ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന് ആരാധിക്കാത്ത പിള്ളേരെല്ലാം ഇടിച്ച് ആരാധിക്കുന്ന മക്കളെന്നും പറഞ്ഞ് ഇടിച്ചു ആരാധിപ്പിക്കുക. അമ്മച്ചിയുടെ ഇടി പേടിച്ചിട്ടാണ് പിള്ളേർ ആരാധിക്കുന്നത്. അപ്പോൾ പിള്ളേരെല്ലാം അങ്ങ് ആരാധിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇപ്പറ കുറേ ആമ്പിളേർ നിൽപ്പുണ്ട്, അവരെയും പോയി ഇടിച്ചോളാൻ പറഞ്ഞു. അമ്മച്ചി ഇപ്പുറത്തോട്ടും വന്നു. എന്തുവാടാ നോക്കിയിരിക്കുന്നത്? മൊബൈലൊക്കെ തോണ്ടി നിൽക്കുക പിള്ളേർ. അല്ല, നമുക്ക് ഇവന്മാർ നോക്കിയിരിക്കുന്നത് പാട്ടാന്നേരി നമ്മളിരിക്കുന്നത്. കാരണം ഇതിനകത്താണോ എല്ലാ സൂത്രവും ഇരിക്കുന്നത്. ഇപ്പം പാട്ടും സംഗീതം ചെന്ന് നോക്കുമ്പോഴാ പാട്ടല്ല, വേറെ ഏതാണ്ട്. ഈ അമ്മച്ചിയുടെ ഇടി പേടിച്ചിട്ട് എല്ലാ പിള്ളേരും ആരാധിച്ചു. പക്ഷെ നടന്ന കാര്യം അറിയാമോ? നിരവധി തമ്പേറടിച്ചിട്ടും അഭിഷേകം പ്രാപിക്കാത്ത 6 കുട്ടികൾ അന്നത്തെ ആരാധനയിൽ അഭിഷേകം പ്രാപിച്ചു. ആരാധന 40 മിനിറ്റ് നീണ്ടു. വാസന്റെ പ്രസംഗത്തിന് സമയം കിട്ടിയില്ല. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പം ഈ അഭിഷേകം പ്രാപിച്ച പിള്ളേരുടെ മാതാപിതാക്കൾ അമ്മച്ചി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് അഭിനന്ദിക്കാൻ ചെന്നതാ. അമ്മച്ചി മരിച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞോട്ട്, പ്രിയപ്പെട്ടവരെ, എവിടെ കിടന്ന് മരിക്കണം? ഇനിയത്തെ കാലത്തെ മരണം എവിടെ ആയിരിക്കുന്നവല്ല അറിയാമോ നിങ്ങൾക്ക്? ഒന്നാമത് നമ്മളല്ലേ എവിടെ കിടന്ന് ഇങ്ങനെ ഒരു മരണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് വാസ്തവത്തിൽ? പ്രസംഗകരായ ഞങ്ങളൊക്കെ ചിന്തിക്കും പ്രസംഗ സ്റ്റേജേ മരിക്കാൻ, ഇല്ലേ? ഒരു കാര്യം പറഞ്ഞോട്ടെ, സഭാഹാളിലാണ് മരണം നടന്നെങ്കിൽ അതെന്ത് ഭാഗ്യമുള്ള മരണമാ പ്രിയപ്പെട്ടവരെ. നമുക്കെല്ലാം പറ്റുന്നറിയാമോ? ഒന്ന്, 10ാം ക്ലാസ്സിൽ പഠിച്ച പിള്ളേർക്ക് കടുത്തുരുത്തി പഠിക്കണ്ട. +1 +2 ബാംഗ്ലൂര്, പിന്നെ അവിടെ ആന്ധ്ര വിശാഖപട്ടണം ഒക്കെ പഠിച്ചാൽ മതി. ഇനി +2 കഴിയുമ്പോൾ അവിടെ പഠിക്കണം. UK ഇവിടെ ഒന്നും വേണ്ട. UK പിന്നെ പോകണം.
അങ്ങനെ അവിടെ ചെന്ന് നേഴ്സൊക്കെ ആയിട്ട് പഠിച്ച് നേഴ്സായിട്ട് ജോലി കിട്ടി. നേഴ്സിനെ കെട്ടാൻ പിന്നെ പിള്ളേർ ക്യൂ നിൽക്കുക, കാരണം ഇവനും പോകണമല്ലോ കെയർ ഓഫിൽ. അങ്ങനെയുണ്ട് കുറേ ആളുകൾ. അപ്പം പിന്നെ ഇതിൻ്റെ ഈ പെണ്ണിൻ്റെ കെയർ ഓഫിൽ ഇതും പോയി. അവിടെ ചെന്നു, കൊച്ചു 6 മാസം ഗർഭിണി. അപ്പോൾ പറഞ്ഞു, മമ്മി ഇങ്ങോട്ടൊന്ന് വരണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാം. മമ്മി പറഞ്ഞു, ഞാൻ പപ്പനെ ഇട്ടേച്ച് എങ്ങനെയാണ് പോരുന്നത് മോളെ? അപ്പോൾ പറഞ്ഞു, പപ്പനെയും കൊണ്ടുവരേ എന്താ. അങ്ങനെ പപ്പനെ മമ്മിക്കും വിസ കൊടുത്ത് പോവുകയാണ്. പാവം പിടിച്ച് ചിലപ്പോൾ പാർശ്വം ഭാര്യയായിരിക്കും. അപ്പോൾ അവർ പറയുക, എവിടെ പോകും പാർശ്വേ? ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, കർത്താവ് കാലങ്ങളായി പ്രാർത്ഥിച്ച വിഷയത്തിന് ഒരു വഴി തുറന്നിരിക്കുന്നത്. പേരെടുക്കാൻ പോണതാ. എന്താ പറയുക, കർത്താവ് ഒരു വഴി തുറന്നിരിക്കുക. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവർ, അങ്ങനെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ശുശ്രൂഷ ചെയ്യുന്നവരോട് ഞാൻ വിനയത്തോടൊരു കാര്യം, ഒരു നിർദ്ദേശം പറയുകയാണ്. അത്യാവശ്യം ഇച്ചിരി പാടാനും പ്രാർത്ഥിക്കാനും ഒരു ശുശ്രൂഷയ്ക്ക് ഉള്ളവർ വിസിറ്റിങ്ങിനെ പോകാവൂ. പിള്ളേരടത്ത് ചെന്ന് ആപ്പിൾ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചതുപോലെ തണുപ്പത്തിരുന്ന് ശുശ്രൂഷയില്ല, പാട്ടുമില്ല, പ്രാർത്ഥനയില്ല. അവിടെ കിടന്ന് എത്താൽ ആശംസ പറയാൻ ഒരൊറ്റെണ്ണം വരികയില്ല. ഇവിടെ ആശംസ പറയാൻ വരും, അനുശോചന. എന്തായാലും ആശംസ വരെ കയറ്റി പറയാൻ 51 പേര് വരും. അതുകൊണ്ട് ഇവിടെ കിടന്ന് മരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സ്വത്രം. എവിടെ കിടന്ന് മരിക്കണം പ്രിയപ്പെട്ടവർ? എവിടെ കിടന്ന് മരിക്കണം? ജീവിതത്തിൽ 50, 60, 70, 80 കഴിഞ്ഞ് പിള്ളേര് മാസം തോറും 20,000, 30,000 അയച്ചു തന്ന് അത് ഹോം നേഴ്സിന് കൊടുത്ത് JCB കൊണ്ട് വാട്ടർ ബെഡിനകത്ത് കിടക്കുന്നതിനെ മറിച്ചും തിരിച്ചും ഇടേണ്ട ഒരു ഗതികെട്ട ജീവിതം ആരും ആഗ്രഹിക്കരുത്. അവനവൻ്റെ കാര്യങ്ങൾ അവരവർക്ക് ചെയ്യാനുള്ള ആരോഗ്യമില്ലെങ്കിൽ അക്കരയ്ക്ക് പോകാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഈ രാത്രി ഞാൻ വിശ്വാസത്തെ വിളിച്ചു പറയാം. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ പ്രസംഗം ഒരാളായിരുന്നു JC പാറക്കടവിൽ, അറിയാമല്ലോ. അദ്ദേഹം റാന്നിയിൽ പ്രസംഗിക്കുന്നു. സ്വന്തം മകൾ ലിഡിയ പ്രസംഗം തർജ്ജമ ചെയ്യുന്നു. ഞാൻ 14 മൈൽ പ്രസംഗിക്കുന്നു. എബി സാറ് മെസ്സേജ് വിട്ടു. JC കുഴഞ്ഞു വീണു, ആശുപത്രി കൊണ്ടുപോയി പ്രാർത്ഥിക്കണം. പ്രസംഗം കഴിഞ്ഞപ്പം പിള്ളേർ അവിടെയുണ്ട്, എബി സാറിൻ്റെ ഭാര്യയുണ്ട്. പറഞ്ഞു, JC യാത്രയായി. അദ്ദേഹത്തിൻ്റെ പേരും എൻ്റെ വീട്ടുപേരും സാദൃശ്യമുണ്ട്. JC പാറക്കടവിൽ, ജോയി പാറയ്ക്കൽ. ആളുകൾ എൻ്റെ ഓഫീസിലോട്ട് വിളിച്ചു ചോദിച്ചു, എപ്പോഴാണ് അടക്കമെന്ന്. മരണത്തിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു കാര്യം പറയുന്നത്. ഞാനത് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസിൽ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പറയുകയും ചെയ്തു അവിടെ കാര്യം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവർ, ഓഫീസിലോട്ടൊക്കെ വിളിച്ചു ചോദിച്ചതൊക്കെ പോട്ടെ. ഞാൻ 14 മൈലിൽ നിന്ന് വണ്ടി കയറി കോട്ടയത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പം അടൂര് കടമ്പനാട് എന്ന ഒരാൾ എന്നോട് ചോദിച്ചു, ഞാൻ ചത്തോന്ന്. അതാ എന്തോ ജോയി പാറയ്ക്കൽ പാസ്റ്റാന്നോ? ആന്നു. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? കോട്ടയം ആരോഗ്യമൊക്കെ ആദ്യമായിട്ട് വിളിക്കുക. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാനല്ല മരിച്ചത്, JC പാറയ്ക്കൽ സാറേ. വല്ലതും മനസ്സിലായോ? എത്ര നാളുണ്ടെന്ന് കരുതിയാ ജീവിക്കുന്ന പ്രിയപ്പെട്ടവര്? ഞാനിവിടെ 7:45 പ്രസംഗം തുടങ്ങി. 6-7 മിനിറ്റേ ഈ പ്രസംഗം തീരാനുള്ളൂ. അപ്പോൾ 1-1.25 മണിക്കൂർ വചനം പ്രസംഗിച്ചു. യേശു വരാൻ പോവുക. ഇത്രയും പ്രത്യാശയുള്ള വചനം ഞാൻ പറഞ്ഞിട്ടും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ മിണ്ടിയിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചേ, ഇതുവരെ മിണ്ടിയിട്ടില്ലെങ്കിൽ, സ്തോത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പിച്ച് നോക്കിയാൽ ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. ഞാൻ ചെയ്ത് ഈ 1.5 മണിക്കൂറായി വചനം പറയുന്നത് വാ തുറക്കാത്ത നമ്മളെ എന്തോന്നിന് കൊള്ളാൻ പ്രിയപ്പെട്ടവര്? ജീവനുള്ളതൊക്കെയും കർത്താവിനെ സ്തുതിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ദൈവമക്കൾക്ക് മരണത്തെ ഭയമില്ലാത്തതിന്റെ കാരണം ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ ജടാങ്കണത്തിന്റെ വീതിയിൽ ഇറങ്ങുന്ന ചെമ്പടയുടെ സമർത്ഥന്മാരായ സാരഥികൾ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന പോലെ ഞങ്ങൾക്ക് വിളിക്കുന്ന മുദ്രാവാക്യം, ഒറ്റ മുദ്രാവാക്യം, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാകുന്നു. മരണം ലാഭമായി എണ്ണുന്നവര് ആ കരമൊന്നടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അവസാനത്തെ പോയിന്റ് പറഞ്ഞങ്ങ് നിർത്തുകയാണ്, ഇടിച്ചു നിർത്തുകയാണ്. പഴയ നിയമത്തിൽ ദൈവം ഇടപെട്ടു, യഹോവയായ ദൈവം. അവര് പറഞ്ഞു, യഹോവ ഇപ്രകാരം കഴിഞ്ഞു. ഇപ്പോൾ ക്രിസ്തു ഇടപെടുന്നു. ക്രിസ്തുവിന്റെ എന്താണ്? ഞാനോ നിങ്ങളോട് പറയുന്നത്, ഞാനാകുന്നവൻ, യഹോവയുടെ പേര് യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. ഞാനാകുന്നവൻ, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഞാൻ നല്ല ഇടയൻ ആകുന്നു. ഞാൻ മുന്തിരിവള്ളി ആകുന്നു. ഞാൻ സ്വർഗത്തിൽ നിറങ്ങുന്ന ജീവന്റെ അപ്പം
ആകുന്നു. ഞാൻ പുനരുത്ഥാന ജീവനും ആകുന്നു. വേഗം വായിച്ചാൽ ഒറ്റ വാക്ക് കിട്ടും, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ രണ്ട് കാലവും കഴിഞ്ഞു. ഇന്ന് രാത്രി ഇടപെടുന്നത് കാലഘട്ടത്തിന്റെ പ്രവാചകനായ പരിശുദ്ധാത്മാവാണ്. അതെങ്ങനെയാ മനസ്സിലാവുന്നേ? ആരുടെ യോഗമാ? വൈക്കം സെന്റർ. ആരാ സെന്റർ പാസ്റ്റർ? രാജു ആനിക്കാട് പാസ്റ്റർ. ആരാ പ്രസംഗിക്കുന്നത്? ജോയി പാർക്കിലോ 10ാമത്തെ പ്രാവശ്യം വരുന്നത്. അങ്ങനൊന്നും ചിന്തിക്കരുത്. കൊയറാരാ? നമ്മുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൊയറാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പിള്ളേരാണോ? എന്നാൽ പിന്നെ 9 മണിക്ക് എന്നാ മതി. 40 കൊല്ലമായി ഒരൊറ്റ യോഗത്തിന് വൈകി ചെല്ലാത്തവനാണ് ഞാൻ. അറിയാമോ? പ്രാർത്ഥിച്ച് യോഗം തുടങ്ങുമ്പോൾ ഒന്നിരിക്കും. എന്നാ കാര്യം? പാട്ട് ആളെ കൂട്ടാനുള്ള തട്ടുപരിപാടിയല്ല മക്കളെ, അതൊരു ശുശ്രൂഷയാണത്. അതൊരു ശുശ്രൂഷയാണ്. നിങ്ങളുടെ പിള്ളേര് പാടുന്ന പോലെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്താ ആത്മീയരാ? ഈ പിള്ളേരുടെ മാതാപിതാക്കളെങ്കിലും നേരത്തെ വരണ്ടായോ? ഇവരുടെ സഭക്കാർ നേരത്തെ വരണ്ടായോ? സ്വത്രം നിർത്താൻ സമയമായില്ലേ? സമയമായി. അങ്ങനെ അങ്ങോട്ട് ഇപ്പൊ കൃത്യം അങ്ങോട്ട് ഇടിച്ചു നിർത്താൻ നിങ്ങൾ കൃത്യസമയത്ത് വന്നവരല്ലോ? ആണോ? ഞാൻ കൃത്യസമയത്തല്ലേ വന്ന്? അല്ല, ഈ 6 മണിക്ക് യോഗം തുടങ്ങിയില്ലയോ? നിങ്ങൾ അന്നേരം വന്നവരാണോ? വൈകി വന്നവർ വൈകി പോ. അതിനൊരു മര്യാദ. പക്ഷേ പിന്നെയും വിളിക്കണമല്ലോ എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനങ്ങ് നിർത്താൻ പോവുക. ഇന്ന് രാത്രി ആരാ പ്രസംഗിക്കുന്നേ? അബ്രഹാമിന്റെ കൂടാരവാതിക്കൽ 3 പേർ. അബ്രഹാം പറഞ്ഞു, യഹോവേ, ആ പദമല്ല, യജമാനനെ, ഒറ്റയാളെ വിളിച്ചിട്ടുള്ളൂ. അവനറിയാം നമ്പർ വേണ്ട, കീബോർഡ് വേണ്ട. മമ്രയുടെ തൊപ്പിൽ മുട്ടുകുത്തുമ്പോൾ ദൈവ സാന്നിധ്യം അറിഞ്ഞവന് ഇവിടെ ദൈവം ഉണ്ടെന്ന് പറയാൻ വേറെ വ്യാഖ്യാനം വേണ്ട. 10ാമത്തെ വാക്യം, പെമ്പിള്ള എന്തേ വീട്ടിലുണ്ട്. അടുത്തയാണ്ട് ഞാൻ വരുമ്പോൾ, ഞാനാകുന്നവൻ, ഞാനാ ഈ ഞാൻ. അറിയാമോ? ഇന്ന് രാത്രി പറയട്ടെ. അതുകൊണ്ട് കുറുപ്പന്തറയിൽ ജോയി പാറയ്ക്കൽ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ വരികൾക്കിടയിൽ പരിശുദ്ധാത്മാവിന്റെ ആലോചനയുണ്ട്. ഇവിടെ അമർത്തുന്ന കീബോർഡിന്റെ 7 കട്ടകൾക്കിടയിൽ നിനക്കുള്ള രാഗമുണ്ടെന്ന്, നിന്റെ പൊട്ടിപ്പോയ തന്ത്രികളെ വെച്ച് കെട്ടാൻ കഴിയുന്ന പാട്ട് ഈ പാട്ടിനകത്തുണ്ടെന്ന്, ഈ കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ടിനകത്ത്, കുറുപ്പന്തറ വൈക്കം തന്റെ കൺവെൻഷനകത്ത് നിന്റെ കാലങ്ങളായി തകർന്നു കിടന്ന പ്രശ്നത്തിന്റെ പരിഹാരകനായി കാലഘട്ടത്തിന്റെ പ്രവാചകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവിനോട് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അതുകൊണ്ട് തൃത്വത്തിൽ 3-ാമൻ ഇടപെടുന്നത് കൊണ്ട് ഇത് അന്ത്യകാലമാണ്. നമുക്ക് എഴുന്നേൽക്കാം ദൈവത്തിന്റെ സന്നിധിയിൽ.